ചോദ്യം നമ്പർ 1 ശ്രീ എ പി അനിൽകുമാർ, ബഹുമാനപ്പെട്ട ആരോഗ്യം, വനിതാ ശിശു വികസന വകുപ്പ് മന്ത്രി. സർ, എ, ബി ആൻഡ് സി സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി ഉൾപ്പെടെ വിവിധ സൗജന്യ ആരോഗ്യ ചികിത്സാ പദ്ധതികൾ പ്രകാരം അർഹരായ രോഗികൾക്ക് പദ്ധതി മാനദണ്ഡ പ്രകാരമുള്ള സൗജന്യ ചികിത്സ നൽകി വരുന്നുണ്ട്. ഇത്തരത്തിലുള്ള രോഗികൾക്ക് ആവശ്യമായ വിവിധ പരിശോധനകൾ, മരുന്നുകൾ, ഇംപ്ലാന്റുകൾ, ചികിത്സാ ഉപകരണങ്ങൾ എന്നിവ ആശുപത്രി സൂപ്രണ്ടുമാർ നടപടിക്രമം പാലിച്ച് വാങ്ങി ലഭ്യമാക്കണമെന്നതാണ് വ്യവസ്ഥ. ആയതിനാൽ സ്കീമുകളിൽ ഉൾപ്പെടുന്ന രോഗികൾക്ക് സ്വന്തം ചെലവിൽ ഉപകരണങ്ങൾ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടാകേണ്ടതില്ല. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ട് നിയോഗിച്ച വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ടിൽ മൂത്രാശയ കല്ല് പൊടിക്കുന്ന ഫ്ലെക്സിസ്കോപ്പ് എന്ന ഉപകരണം രോഗികളിൽ നിന്ന് പണം ഈടാക്കി വാങ്ങുന്നതായി കണ്ടെത്തിയതായി പരാമർശിക്കുന്നുണ്ട്. സൗജന്യ ചികിത്സാ പദ്ധതിയിൽ ഉൾപ്പെട്ട രോഗികൾ സ്വന്തം നിലയ്ക്ക് ഉപകരണങ്ങൾ വാങ്ങുന്നത് സർക്കാർ മാർഗനിർദ്ദേശങ്ങൾക്ക് അനുസൃതമല്ല. രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഫ്ലെക്സിസ്കോപ്പ് വാങ്ങുന്നത് നിരുത്സാഹപ്പെടുത്തണമെന്നും അങ്ങനെ വാങ്ങേണ്ട സാഹചര്യം ഉണ്ടായാൽ ഡിപ്പാർട്ട്മെൻറ്റ് മെഡിക്കൽ കോളേജ് അധികൃതരെ നിർബന്ധമായും അറിയിച്ചിരിക്കണമെന്നും സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട്. സൗജന്യ ചികിത്സാ സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് ഫ്ലെക്സിസ്കോപ്പ് ഉൾപ്പെടെയുള്ള ഉപകരണങ്ങൾ സൗജന്യമായി ലഭിക്കുന്നുവെന്ന് സ്ഥാപനങ്ങൾ ഉറപ്പുവരുത്തേണ്ടതാണ്. ഏതെങ്കിലും സ്ഥാപനമോ വകുപ്പോ ഇത്തരത്തിൽ സൗജന്യ ചികിത്സയ്ക്ക് അർഹരായ രോഗികളിൽ നിന്ന് പണം ഈടാക്കി ഉപകരണങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് സർക്കാർ നയത്തിന് വിരുദ്ധമാണ്. അത് സർക്കാർ ഗൗരവമായി കാണുന്നതാണ്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രമായി കാസ്പ് മുഖാന്തരം 373.36 കോടി രൂപയുടെ സൗജന്യ ചികിത്സ നൽകുകയും 81.82 കോടി രൂപയുടെ മെഡിക്കൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുകയും ചെയ്തിട്ടുണ്ട്. ശ്രീ എ പി അനിൽകുമാർ. സർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗം മേധാവി ഡോക്ടർ ഹാരിസ് നടത്തിയ ഒരു പരാമർശം, ഒരു ഫേസ്ബുക്ക് കുറിപ്പ്, അവിടെ എത്തുന്ന സാധാരണ രോഗികളിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ട് ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ വാങ്ങേണ്ട അവസ്ഥയാണുള്ളത് എന്നുള്ളത് നമ്മൾ ഇവിടെ ചർച്ച ചെയ്ത കാര്യമാണ് സർ. സർ, ഈ ഒരു കാര്യം മാത്രമല്ല സർ, അവിടെ യൂറോളജി വിഭാഗവുമായി ബന്ധപ്പെട്ടതാണെങ്കിൽ ചില മെഡിക്കൽ കോളേജിൽ നിന്ന് ഹൃദയ ശസ്ത്രക്രിയയുമായി ബന്ധപ്പെട്ട ഉപകരണങ്ങളില്ല എന്ന വാർത്ത വരുന്നു. എന്നിട്ട് സർ, എക്സ്റേ ഫിലിം പോലും ഇല്ല എന്നുള്ള വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. സർ, സാധാരണ രോഗികൾക്ക് ലഭിക്കേണ്ട ഇത്തരം കാര്യങ്ങൾ ലഭ്യമാക്കുന്നതിന് എന്ത് നടപടിയാണ് ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്? ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സർ, ഉത്തരത്തിൽ വളരെ വ്യക്തമായി ഞാൻ പറഞ്ഞിരുന്നു. ഒന്ന് സർ, അർഹരായിട്ടുള്ള രോഗികൾക്ക് ഇപ്പോൾ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി പ്രകാരം ഒരു വർഷം 1498 കോടി രൂപയാണ് സംസ്ഥാന സർക്കാർ മാത്രം ചെലവഴിക്കുന്നത് സർ. അപ്പോൾ സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട്. അതോടൊപ്പം സർ, ആവശ്യമായിട്ടുള്ള ഉപകരണങ്ങൾ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ മാത്രം UDFൻ്റെ കാലഘട്ടത്തിലും അതോടൊപ്പം തന്നെ ഈ LDFൻ്റെ ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും രണ്ടാം സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ ഈ 4 വർഷ കാലയളവിലും എത്ര തുക തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ എക്യുപ്മെൻറ്റ്സിന് മാത്രം ചെലവഴിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിച്ചാൽ സാർ, UDFൻ്റെ കാലഘട്ടത്തിൽ 2011 മുതൽ 2016 വരെ 15.64 ലക്ഷം രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. ഒന്നാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 41,80,93,781 രൂപയാണ് സാർ ചെലവഴിച്ചിട്ടുള്ളത്. സാർ, രണ്ടാം പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ 4 വർഷ കാലയളവിൽ സാർ കിഫ്ബിയുടെ 43 കോടി രൂപ കൂടി, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് കൂടിയുണ്ട് സാർ, സ്പെക് സ്കാനും ഉൾപ്പെടെയുള്ളവ. അങ്ങനെ 80.66 ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സാർ അവിടെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. സാർ, ഞാൻ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് ടേബിൾ ചെയ്യുന്നു സാർ. അതിൽ ഈ റിപ്പോർട്ടിൽ സാർ എല്ലാ അംഗങ്ങൾക്കും അത് വായിക്കാവുന്നതാണ്. അതിൽ ഈ സമിതി യൂറോളജി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രം ഒരു കണക്ക് പറഞ്ഞിട്ടുണ്ട് സാർ. അതിൽ പറയുന്നത് ഈ എക്യുപ്മെൻറ്റ് പ്രൊക്യൂർമെൻറ്റ് പ്ലാൻ ഫണ്ടിലൂടെ എങ്ങനെ നടത്തുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ 2011 മുതൽ 16 വരെ ഉള്ള പർച്ചേസിംഗ് ഓഫ് സച്ച് എക്യുപ്മെൻറ്റ്സ് അതിൻ്റെ എമൗണ്ട് പറഞ്ഞിരിക്കുന്നത് സാർ 26,90,000 രൂപയാണ് സാർ. അതേസമയം 2018 മുതൽ 22 വരെയുള്ള 4 വർഷ കാലയളവിൽ സാർ 1,43,73,73,000 രൂപ സാർ അവിടെ ചെലവഴിച്ചിട്ടുണ്ട്. അതിനുശേഷം സാർ 2022 മുതൽ 24 വരെ അവിടെ ചെലവഴിച്ചത് 1,12,00,000 രൂപ സാർ. അതിനുശേഷമുള്ളത്
ഇപ്പോൾ അവിടെ ഈ വർഷം ഉൾപ്പെടെ പ്ലാൻ ഫണ്ടിൽ നിന്ന് ചെലവഴിക്കുന്നുണ്ട് സർ. അതുകൂടാതെ HDS നിന്ന് 31,72,822. സാർ, ഇവിടെ കാണേണ്ടത്, ഇവിടെ പരാമർശിക്കപ്പെട്ടത് ഞാനിവിടെ പറഞ്ഞതുപോലെ മൂത്രാശയക്കല്ല് പൊടിക്കുന്നതിനുള്ള ഫ്ലക്സിസ്കോപ്പ് എന്നുള്ള ഉപകരണമാണ് സാർ. അത് സ്കീമുകളിൽ ഉൾപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ലഭ്യമാക്കണം എന്നുള്ളതാണ് സാർ സർക്കാർ നയം. അല്ലാത്ത രോഗികൾക്ക് HDS വഴി അത് ലഭ്യമാക്കും. അപ്പോൾ പുറത്തു വാങ്ങുന്നതിനേക്കാൾ കുറച്ചുകൂടി സബ്സിഡൈസ്ഡ് റേറ്റ് കോൺട്രാക്ട് അനുസരിച്ച് അത് ലഭ്യമാക്കും. ഈ ഉത്തരത്തിൻ്റെ ആദ്യ ഭാഗത്തിൽ അത് പറഞ്ഞിട്ടുണ്ട് സാർ. സ്വകാര്യ മേഖലയിലേക്ക് പോകുമ്പോൾ അത് മാർക്കറ്റ് റേറ്റിലാണ് രോഗികൾ വാങ്ങിക്കേണ്ട സാഹചര്യം ഉള്ളത്. അത് ബില്ലിൻ്റെ കൂടെയാണ് അവർക്ക് ലഭ്യമാകുക. അപ്പോൾ ഇവിടെ സൗജന്യമായ സ്കീമുകളിലൂടെ ലഭ്യമാകുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നുണ്ട് സാർ. അതോടൊപ്പം തന്നെ പേഷ്യൻസിന്റെ എണ്ണത്തിൽ ഒരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞു, രോഗികളിൽ നിന്ന് ഇപ്പോൾ ഹൃദയ ശസ്ത്രക്രിയയുടെ കാര്യം പറഞ്ഞു സാർ. ഇപ്പോൾ കാർഡിയോളജിസ്റ്റുകളുടെ ഒരു സംഘടനയുടെ സംസ്ഥാന സമ്മേളനം നടന്നു, പ്രൈവറ്റും സർക്കാരും സാർ. സംസ്ഥാനത്തെ 3 മെഡിക്കൽ കോളേജിലാണ് ഏറ്റവും കൂടുതൽ കാർഡിയോളജിക്കൽ ഇന്റർവെൻഷൻ നടക്കുന്നത് സാർ. കോട്ടയം മെഡിക്കൽ കോളേജ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ്, കോഴിക്കോട് മെഡിക്കൽ കോളേജ് സാർ. 2021 ഈ സർക്കാരിൻ്റെ ആദ്യ വർഷം സൗജന്യ ചികിത്സ തേടിയവരുടെ ക്ലെയിം 2.5 ലക്ഷമായിരുന്നു സാർ. 2024 മാത്രം ജനുവരി മുതൽ ഡിസംബർ വരെ നമ്മൾ കണക്കിലെടുത്താൽ 6.5 ലക്ഷം പേർ സൗജന്യ ചികിത്സ സംസ്ഥാനത്ത് തേടിയിട്ടുണ്ട് സാർ. ഇതാണ് വ്യത്യാസം. അത്രയും പേർക്ക് അതോടൊപ്പം സാർ സൗജന്യ ചികിത്സ നൽകുന്നതിന്റെ കണക്കും നമ്മൾ താരതമ്യം ചെയ്താൽ ഈ ഒരു വലിയ വ്യത്യാസം കാണാനായിട്ട് സാധിക്കും. OP എത്തുന്നത് 2015-16 8 കോടി ആയിരുന്നെങ്കിൽ സാർ ഇപ്പോൾ 13 കോടി രജിസ്ട്രേഷനാണ് സാർ ഉണ്ടാകുന്നത്. മൾട്ടിപ്പിൾ എൻട്രി, ഒരു വ്യക്തിക്ക് മൾട്ടിപ്പിൾ എൻട്രി. രോഗികളുടെ എണ്ണം കൂടിയിട്ടില്ല, ജനസംഖ്യ കൂടിയിട്ടില്ല, പിന്നെയോ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്നവരുടെ എണ്ണത്തിൽ വർധനവുണ്ടായി എന്നുള്ളത് തന്നെയാണ് സാർ നമുക്ക് കാണാനായിട്ട് കഴിയും. സാർ, ബഹുമാനപ്പെട്ട മന്ത്രി ചെലവഴിച്ച കണക്കുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു സാർ. കേരളത്തിലെ നമ്മുടെ ആശുപത്രികളിൽ എത്തുന്ന രോഗികൾക്ക് കാരുണ്യ പദ്ധതി ഉൾപ്പെടെയുള്ള ഇൻഷുറൻസ് ഉൾപ്പെടെയുള്ള സ്കീമുകൾ കിട്ടുന്ന കാര്യത്തിൽ വളരെ ബുദ്ധിമുട്ടാണ് സാർ. ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഡോക്ടർ ഹാരിസ് പറഞ്ഞത്. അന്ന് മന്ത്രി പറഞ്ഞ ഒരു മറുപടി, ഞങ്ങളുടെ തകരാറല്ല, സിസ്റ്റത്തിൻ്റെ തകരാറാണ്. മന്ത്രിയോട് പറഞ്ഞു, 1ാം പിണറായി ഗവൺമെൻറ്, 2ാം പിണറായി ഗവൺമെൻറ് വന്നു, ഈ ഗവൺമെൻറ്റിൻ്റെ അവസാന വർഷത്തിലാണ്. ഈ 10 വർഷം കഴിയുമ്പോഴും ഈ സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് ഗവൺമെൻറ് പരിശോധിച്ചിട്ടുണ്ടോ? സിസ്റ്റത്തിൻ്റെ തകരാറ് എന്താണെന്ന് അത് പരിഹരിക്കാനുള്ള എന്തെങ്കിലും നടപടി എടുത്തിട്ടുണ്ടോ? അത്തരം കാര്യങ്ങളൊന്ന് വിശദമാക്കാൻ കഴിയും? സർ, പത്തനംതിട്ടയിൽ കുമ്പഴയിൽ മാധ്യമങ്ങൾ എന്നോട് ചോദിച്ചപ്പോൾ ഈ യൂറോളജി വകുപ്പ് മേധാവിയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിനുള്ള എൻ്റെ മറുപടിയായിരുന്നു സർ. ഞാൻ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് തന്നെ അന്ന് പറഞ്ഞു, ഒരു വിദ്യാർത്ഥിക്ക് ശസ്ത്രക്രിയ മുടങ്ങി എന്നത് ആ ഡോക്ടർക്ക് ആ രീതിയിൽ ഫീൽ ചെയ്തത് നല്ലൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു എന്നുള്ളത് അന്ന് പറഞ്ഞു. രണ്ടാമത്തെ കാര്യം പറഞ്ഞത് സാർ, ഇതിൽ ഒരു സർക്കാർ സംവിധാനത്തിൽ സ്വകാര്യ മേഖല പോലെ നമുക്കൊരു എക്യുപ്മെൻറ്റ് പ്രൊക്യൂർ ചെയ്യാൻ കഴിയില്ല സാർ. ഇപ്പോൾ ഈ സഭയിൽ തന്നെ നമ്മൾ എത്രയോ കാര്യങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് ചർച്ച ചെയ്തിരിക്കുന്നു സാർ. സാർ, ഇതിനൊരു പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിൻ്റെ ഭാഗമായിട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ പ്രൊസീജിയറിൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ എന്താണ് ഞാൻ പറഞ്ഞതെന്നുള്ളത് വളരെ വ്യക്തമായി അത് കൃത്യമായിട്ട് മനസ്സിലാകേണ്ടവർ ഇത് മനസ്സിലാക്കിയിട്ടുണ്ട് സാർ. കാരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഉൾപ്പെടെ സൂപ്രണ്ടുമാർക്ക് പരമാവധി ചെലവഴിക്കാൻ കഴിയുന്ന തുക 1 ലക്ഷം രൂപയാണ് ഒരു HDSൻ്റെ സെക്രട്ടറി എന്നുള്ള നിലയിൽ. സാർ, ഇപ്പോൾ എക്യുപ്മെൻസിൻ്റെയൊക്കെ വില കൂടിയിട്ടുണ്ട്. അപ്പോൾ ആ 1 ലക്ഷം രൂപ എന്നുള്ള ഫിനാൻഷ്യൽ ക്യാപ്പ് ഉയർത്തണം എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കാലോചിതമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സംവിധാനത്തിൽ കൊണ്ടുവരേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സാർ. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞ ഒരു കാര്യം സാർ, ഇൻഷുറൻസ് കിട്ടുന്നതിന് പ്രയാസമുണ്ട് എന്ന് പറഞ്ഞു സാർ. 2015-16 അവരുടെ സർക്കാരിൻ്റെ അവസാന കാലയളവായിരുന്നല്ലോ സാർ. അന്ന് 114 കോടി രൂപയാണ് സംസ്ഥാനത്ത് ഇൻഷുറൻസ് ആയിട്ട് ആളുകൾക്ക് നൽകിയിരുന്നത് സാർ. 2024-25 കഴിഞ്ഞ സാമ്പത്തിക വർഷം 1498.5 കോടി രൂപ സാർ. സാർ, ഈ 4 വർഷം ഈ സർക്കാരിൻ്റെ 4 വർഷം 7708 കോടി രൂപ സംസ്ഥാനത്ത് ജനങ്ങൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. എത്ര ലക്ഷമാണ്? 25,17,000 ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകി സാർ. സാർ, ഇത് ഒരു പ്രത്യേക പ്രൊസീജിയർ മാത്രമല്ല, എല്ലാ പ്രൊസീജിയറും. ഇപ്പോൾ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ UDFൻ്റെ കാലത്ത് ഉണ്ടായിരുന്നില്ല സാർ. അന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഒരു ശസ്ത്രക്രിയ നടത്തിയപ്പോൾ നിർഭാഗ്യവശാൽ രോഗി മരിച്ചുപോയി. പക്ഷേ ഇന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജും കോട്ടയം മെഡിക്കൽ കോളേജും ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകളിൽ വിജയകരമായി സൗജന്യമായി, പരമാവധി സൗജന്യമായി അല്ലെങ്കിൽ മിതമായ നിരക്കിൽ കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ നടക്കുന്നുണ്ട് സാർ. ഹൃദയ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ ഇപ്പോൾ എറണാകുളം ജനറൽ ആശുപത്രി രാജ്യത്തെ ആദ്യത്തെ ജില്ലാ ആശുപത്രിയാണ്. ഹൃദയം മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയ്ക്ക് ലൈസൻസ് ഉള്ളതാണ് സാർ. സാർ, മജ്ജ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയ, കരൾ മാറ്റിവയ്ക്കൽ ശസ്ത്രക്രിയയുടെ പറയുമ്പോൾ സാർ സ്വകാര്യ മേഖലയിൽ 40-45 ലക്ഷം രൂപയാണ് സാർ. അതാണ് സൗജന്യമായി നൽകുന്നത് സാർ. ഈ മാറ്റം കേരളത്തിന്റെ ആരോഗ്യ മേഖലയിൽ ഉണ്ടായിട്ടുണ്ട്. ഒരു കാര്യം കൂടി സാർ, നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് NSSO നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അത് കാണാൻ സാധിക്കും സാർ.
ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കേരളത്തിൽ കുറഞ്ഞിട്ടുണ്ടോ? അതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കണക്ക് സാർ. സാർ, ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേയുടെ ഓഫീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സാർ, 2016 ഗ്രാമീണ മേഖലയിൽ 17,054 രൂപ. ഞാൻ പറയുന്നല്ലോ, നിങ്ങളുടെയൊക്കെ ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ട്, അതിലൊന്ന് സെർച്ച് ചെയ്താൽ കാണാം. നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സർവേ ഓഫീസ് ഗ്രാമീണ മേഖലയിൽ 2016 17,054 രൂപ, നഗരമേഖലയിൽ 23,123 രൂപ. സാർ, 2024 റിപ്പോർട്ട് എത്രയാണെന്ന് അറിയാമോ സാർ? ഗ്രാമീണ മേഖലയിൽ 17,000 എന്നുള്ളത് ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ 7,000 കുറഞ്ഞു, 10,929. നഗരമേഖലയിലെ 23,000 എന്നുള്ളത് 10,000 രൂപ കുറഞ്ഞ് 13,140 രൂപയായി. ഇതാണ് ഇടതുപക്ഷ സർക്കാർ കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ നടത്തിയിരിക്കുന്ന ഇന്റർവെൻഷൻസ്. ശ്രീ IC ബാലകൃഷ്ണൻ. സർ, ഈ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി നിരവധി പാവപ്പെട്ട രോഗികൾക്ക് സൗജന്യമായി ചികിത്സ കൊടുക്കുന്നു എന്ന് പറയുമ്പോൾ ഇവിടെ അനിൽകുമാർ MLA സൂചിപ്പിച്ചതുപോലെ പല ആസ്പത്രികൾ അത് നിഷേധിക്കപ്പെടുകയാണ്. കാരണം അന്വേഷിച്ച് പറയാൻ കഴിഞ്ഞത് കേരളത്തിലെ വിവിധ ഹോസ്പിറ്റലുകളിൽ കാരുണ്യ ആരോഗ്യ സുരക്ഷാ പദ്ധതി, ഇൻഷുറൻസ് പദ്ധതിയുള്ള ഹോസ്പിറ്റലുകളിൽ 1,500ഓളം കോടി രൂപ ഗവൺമെൻറ് കുടിശ്ശിക കൊടുക്കാനുണ്ടെന്ന് അറിയാൻ കഴിഞ്ഞത്. അത് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ഈ പ്രശ്നം പരിഹരിക്കാൻ അങ്ങ് നടപടി സ്വീകരിക്കുമോ? മിനിസ്റ്റർ. സാർ, ഞാൻ പറഞ്ഞു 4 വർഷം 7,708 കോടി രൂപ സംസ്ഥാനത്ത് സൗജന്യ ചികിത്സ നൽകിയിട്ടുണ്ട്. അതിൽ ധനവകുപ്പ് ഇപ്പോൾ കഴിഞ്ഞ ദിവസവും 92 കോടി രൂപ, അതിൽ നമുക്കിനി ശേഷിക്കുന്ന കുടിശ്ശിക ഓരോ വർഷവും നൽകിയാണ് ധനവകുപ്പ് പോകുന്നത്. കഴിഞ്ഞ ദിവസവും 92 കോടി രൂപ നൽകിയിട്ടുണ്ട്. ശേഷിക്കുന്ന തുക ധനകാര്യ വകുപ്പ് മന്ത്രി തന്നെ നിർദ്ദേശം നൽകിയത് നൽകിക്കൊണ്ട് പോവുകയാണ് സാർ. സാർ, ബഹുമാനപ്പെട്ട അംഗത്തിൻ്റെ മാനന്തവാടിയിൽ നൂൽപ്പുഴയിൽ കഴിഞ്ഞ ദിവസം നീതി ആയോഗിൻ്റെ വൈസ് ചെയർമാൻ വന്നിരുന്നു സാർ. സാർ, അദ്ദേഹം അവിടെ കുറിച്ച് വെച്ചിട്ട് പോയൊരു കുറിപ്പുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞത്, മഴ എൻ്റെ ഇവിടേക്കുള്ള സന്ദർശനത്തെ മുടക്കിയില്ല എന്നുള്ളതിൽ ഞാൻ സന്തോഷിക്കുന്നു. കാരണം ഇത്തരത്തിലുള്ള ഒരു ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കാൻ എനിക്ക് കഴിഞ്ഞതിൽ ഞാൻ അഭിമാനിക്കുന്നു. ഇവിടുത്തെ എല്ലാ ക്രമീകരണങ്ങളിലും ഞാൻ സംതൃപ്തമാണ് എന്നുള്ളതാണ് പറഞ്ഞത്. ബഹുമാനപ്പെട്ട അംഗം ഒപ്പം ഞാൻ അവിടെ സന്ദർശനം നടത്തിയിട്ടുണ്ട്. ഇത് കേരളത്തിലെ ആരോഗ്യ മേഖലയിൽ വന്നിട്ടുള്ള മാറ്റമാണ് സാർ. ജനങ്ങളെ ചേർത്ത് പിടിച്ച് നമുക്ക് ഒന്നിച്ച് മുന്നോട്ട് പോകാം. ഒരാളും രോഗത്തിന്റെ മുന്നിൽ നിസ്സഹായരായി പോകാൻ പാടില്ല സാർ. ശ്രീ സനീഷ് കുമാർ ജോസഫ്. സാർ, ആരോഗ്യ വകുപ്പിന് ഒരു കപ്പിത്താനില്ലാത്ത അവസ്ഥയാണ് സാർ. കുത്തഴിഞ്ഞ അവസ്ഥയാണ്. ചികിത്സാ പിഴവുകൾ തുടർക്കഥയാവുകയാണ്. രോഗിയായി ആശുപത്രിയിൽ പോയാൽ ഡെഡ് ബോഡിയായി തിരിച്ചു വരേണ്ട സ്ഥിതിയാണ് സാർ. ചാലക്കുടിയിലെ ഒരു റീജിയണൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് നിർമ്മാണം കഴിഞ്ഞിട്ടിപ്പോൾ 5 വർഷം കഴിഞ്ഞു. കാട് പിടിച്ച് കിടക്കുന്ന സ്ഥിതിയാണ്. ജീവനക്കാരില്ലാത്തതുകൊണ്ട് അതിൻ്റെ പ്രവർത്തനം നടക്കാത്ത അവസ്ഥയാണ് സാർ. ചികിത്സാ ചെലവിൻ്റെ ഭൂരിഭാഗവും കേരളത്തിലെ ജനങ്ങൾ സ്വന്തം പോക്കറ്റിൽ നിന്ന് ചെലവാക്കേണ്ടി വരുന്നുവെന്ന് പറഞ്ഞത് മുൻ ആരോഗ്യവകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ്. സർക്കാർ ആശുപത്രികളിലെ ചികിത്സാ ഉപകരണങ്ങളും മരുന്നും വാങ്ങുന്നതിനുള്ള സംവിധാനങ്ങളുടെ പരിമിതി പരിഹരിക്കപ്പെടേണ്ടതാണെന്നും നടപടിക്രമങ്ങൾ ലളിതമാക്കേണ്ടതുമാണെന്ന വസ്തുത സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ടോ? ചികിത്സാ ഉപകരണങ്ങളും മരുന്നും എത്തിക്കുന്നതിനുള്ള കാലതാമസം ഒഴിവാക്കുന്നതിന് എന്തെങ്കിലും നിർദ്ദേശങ്ങൾ വിദഗ്ധ സമിതി ശുപാർശ ചെയ്തിട്ടുണ്ടോ? സാർ, ബഹുമാനപ്പെട്ട അംഗം ആദ്യം പറഞ്ഞത് UDF കാലത്തെക്കുറിച്ചാണെന്ന് തോന്നുന്നു സാർ. കാരണം ഈ തൃശ്ശൂരിൽ ഉൾപ്പെടെ, ഇപ്പോൾ തൃശ്ശൂരിൽ അദ്ദേഹത്തിൻ്റെ ജില്ലയിൽ ഒരു ജില്ലാ ആശുപത്രിയുണ്ട് സാർ. 9 വർഷം മുൻപ് അവിടെ ഒരു കാത്ത് ലാബ് ഉണ്ടായിരുന്നില്ല. ഇന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ 2023 അവിടെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തത് സാർ. 4000 കാർഡിയോളജിക്കൽ ഇൻ്റർവെൻഷനാണ് സാർ അവിടെ നടന്നിട്ടുള്ളത്. ഇപ്പോൾ വളരെ അപൂർവമായി മാത്രം നടത്തുന്ന മെഡിക്കൽ കോളേജ് ടെറിഷറി സെൻറ്റേഴ്സിൽ മാത്രം നടക്കുന്ന കാർഡിയോളജിക്കൽ പ്രൊസീജിയർ തൃശ്ശൂർ ജില്ലാ ആശുപത്രിയിലെ കാർഡിയാക് ടീം നടത്തി സാർ. ബഹുമാനപ്പെട്ട അംഗം അവിടെ പോയി അവരെ ഒന്ന് അഭിനന്ദിക്കണം. കാരണം തൃശ്ശൂർ ജില്ലയിലെ സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നടത്തിയിട്ടുള്ളത് സാർ. സാർ, ഞാൻ പറയുന്നത് സാമ്പിൾ സർവേ റിപ്പോർട്ട് സാർ, ആ കാലത്തെക്കുറിച്ച് പറയുന്നതിനെക്കുറിച്ച് എനിക്ക് മറുപടി പറയാനില്ല സാർ. ഞാൻ പറഞ്ഞത് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ സാമ്പിൾ സർവേ റിപ്പോർട്ട്. നമ്മുടെ ഫോൺ ഇവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കണം സാർ. ഇത് നമ്മുടെ മുന്നിലുള്ള ഡേറ്റയാണ്. ആ ഡേറ്റ ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുന്നു. ഔട്ട് ഓഫ് പോക്കറ്റ് അതായത് 2 കാര്യങ്ങളാണല്ലോ സാർ. സൗജന്യ ചികിത്സ പരമാവധി നൽകുന്നു സംസ്ഥാന സർക്കാർ. ഈ മാറ്റം ഉണ്ടായത് ഈ കാലഘട്ടത്തിലാണ്. SHA സ്ഥാപിച്ചത് 2019 2020-21 മുതൽ ഫംഗ്ഷൻ ചെയ്യാൻ തുടങ്ങി. അന്ന് UDFന്റെ കാലത്ത് 30,000 രൂപയായിരുന്നു. ഇത് പറഞ്ഞതുകൊണ്ട് പറയിക്കുന്നതാണ് സാർ. കാരണം ഇതിൽ ഇങ്ങനെ വ്യത്യാസത്തോടെ മാറി നിന്നല്ല, ജനങ്ങളെ ഒന്നിച്ചു ചേർത്താണ് നമ്മൾ ഇതിൽ മുന്നോട്ട് പോകേണ്ടത്. 30,000 രൂപയായിരുന്നു അന്ന് ഇൻഷുറൻസ് ഒരു കുടുംബത്തിന് സാർ. ഇന്ന് എത്രയാണ് ഒരു വർഷം? 5 ലക്ഷം രൂപയാണ് സാർ.
5 ലക്ഷം രൂപയാണ് ഒരു കുടുംബത്തിന് നൽകുന്നത്. സാർ, ഈ നാഷണൽ സ്റ്റാറ്റസ് സാമ്പിൾ സർവേ റിപ്പോർട്ടിൽ പറയുന്നു ഗ്രാമീണ മേഖലയിൽ 2015-16 സാർ 17,000 രൂപയായിരുന്നു ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ. നഗരമേഖലയിൽ 23,000 രൂപ. ഇന്ന് 2024 കഴിഞ്ഞ വർഷം നഗരമേഖലയിൽ 13,000 രൂപയായി. 10,000 രൂപ കുറഞ്ഞു സാർ. കാർഡിയോളജിക്കൽ പ്രൊസീജിയേഴ്സ് ഉൾപ്പെടെ, ഞാൻ കാത്തലാബിന്റെ കാര്യം പറഞ്ഞത് സ്വകാര്യ മേഖലയിൽ 6 ലക്ഷം രൂപയായിരുന്നത് തൃശൂർ കാത്തലാബിൽ സൗജന്യമായി ചെയ്യുന്നു. കാസ്പിലുള്ളവർക്ക്, പുറത്തുള്ളവർക്കോ കാർഡില്ലെങ്കിൽ 1.5 ലക്ഷം രൂപയ്ക്ക്, അതായത് 2 സ്റ്റെന്റ് ആണെങ്കിൽ 1,20,000 രൂപ ആ നിലയിൽ ചെയ്യുന്നു സാർ. ഇതാണ് മാറ്റം. തീർച്ചയായിട്ടും അതിന് മുൻഗണന നൽകി തന്നെയാണ് സംസ്ഥാന സർക്കാർ പോകുന്നത്. ശ്രീ CR മഹേഷ് ചുമതലപ്പെടുത്തിയ പ്രകാരം ശ്രീ M വിൻസെന്റ്. സർ, UDF സർക്കാരിൻ്റെ കാലത്ത് 6 മെഡിക്കൽ കോളേജിൽ ആരംഭിച്ച സ്ഥാനത്താണ് ഒരു കാത്തലോബ് ആരംഭിച്ച കാര്യത്തെക്കുറിച്ച് അഭിമാനത്തോടു കൂടി മന്ത്രി പറയുന്നത്. സർ, എൻ്റെ ചോദ്യം ഇതാണ് സർ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ വാർഡ് നമ്പർ 16, 17, 18, 19 4 വാർഡുകൾ 600ഓളം രോഗികളെ കിടത്തി ചികിത്സിക്കാവുന്ന ഈ 4 വാർഡുകൾ പൊളിച്ചു കളഞ്ഞിട്ട് 4 വർഷം കഴിഞ്ഞിരിക്കുന്നു സാർ. ഇന്നിപ്പോൾ അവിടെ മെഡിക്കൽ കോളേജിൽ പോയി കഴിഞ്ഞാൽ ഒരു ബെഡിൽ 2 രോഗികൾ കിടക്കുകയാണ് സാർ. ഈ ദയനീയ അവസ്ഥ പൊളിച്ചു മാറ്റിയ വാർഡുകൾ യഥാസമയം നിർമ്മിക്കാത്തതുകൊണ്ടാണ് ഇത് പാർക്കിംഗ് ആയിട്ട് ഉപയോഗിച്ച്. ഇന്നിപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ബോർഡ് വെച്ചിരിക്കുന്നുണ്ട് അണ്ടർ കൺസ്ട്രക്ഷൻ. ഒരു കൺസ്ട്രക്ഷനും ആരംഭിച്ചിട്ടില്ല. 4 വർഷമായി പൊളിച്ചു കളഞ്ഞ വാർഡുകൾ നിർമ്മിക്കാൻ എന്തുകൊണ്ടാണ് വൈകിയത് എന്ന് മന്ത്രിക്ക് പറയാമോ? യെസ് മിനിസ്റ്റർ. സാർ, ഒരു കാത്തലാബ് അല്ല സാർ. 9 വർഷം മുൻപ് ഒരു ജില്ലാ ആശുപത്രിയിലും കാത്തലാബ് ഉണ്ടായിരുന്നില്ല. ഇപ്പോ സംസ്ഥാനത്തെ ഇടുക്കി ഒഴിച്ചുള്ള ആലപ്പുഴയിൽ തൊട്ടടുത്ത് തന്നെ കാത്തലാബ് സ്ഥാപിക്കും. ഇടുക്കി പാക്കേജിലും മെഡിക്കൽ കോളേജിൽ അനുവദിച്ചിട്ടുണ്ട്, പ്ലാൻ ഫണ്ടിലും അനുവദിച്ചിട്ടുണ്ട് സാർ. അപ്പോൾ ഇപ്പോൾ 13 ജില്ലകളിലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പോയി അവസാനം ഉദ്ഘാടനം ചെയ്തത് വയനാടാണ് സാർ. അതായത് വയനാടും കാസർഗോഡും ഉൾപ്പെടെ കാത്തലാബുകൾ ഇന്ന് സാധ്യമായി. ഇത്തരത്തിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകൾ സാധ്യമായിട്ടുണ്ട്. ഇനി മെഡിക്കൽ കോളേജുകളുടെ കാര്യം പറഞ്ഞാൽ സാർ, അവർ ജില്ലാ ആശുപത്രി ബോർഡ് മാറ്റി വെച്ചതേ ഉള്ളൂ. പക്ഷേ ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ സാർ 4 മെഡിക്കൽ കോളേജുകൾ പഠനം തുടങ്ങാൻ സാധിച്ചു. സംസ്ഥാനത്തെ മുഴുവൻ 14 ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ ഉള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. എല്ലാ ജില്ലകളിലും നഴ്സിംഗ് കോളേജുകളുള്ള സംസ്ഥാനമായിട്ട് കേരളം മാറി സാർ. ഈ സർക്കാരിന്റെ കാലഘട്ടത്തിൽ 21 നഴ്സിംഗ് കോളേജാണ് സാർ സർക്കാർ മേഖലയിലും സർക്കാർ അനുബന്ധ മേഖലയിലും തുടങ്ങിയിട്ടുള്ളത്. സാർ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിന്റെ കാര്യം ചോദിച്ചത് നന്നായി സാർ. സാർ, കിഫ്ബിയിലൂടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എത്ര കോടി രൂപയാണ് ഉപകരണങ്ങൾക്ക് നൽകിയത് എന്നുള്ളത് സാർ. സാർ, 700 കഴിഞ്ഞ തൊട്ട് മുൻപ് അങ്ങേയും വിളിച്ചിരുന്നു. നമ്മുടെ MLT ബ്ലോക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്തിരുന്നു. അതായത് കിഫ്ബിയിലൂടെ 724 കോടി രൂപ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ അനുവദിച്ച് പുതിയ ബ്ലോക്കുകൾ അവിടെ നിർമ്മിക്കുകയാണ്. അവിടെയുള്ള പുതിയ മേൽപ്പാലം ഉൾപ്പെടെ അതുപോലെ MLT ബ്ലോക്ക്, മറ്റ് അനുബന്ധ സൗകര്യങ്ങളെല്ലാം ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കുകയാണ്. ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞെടുത്ത് സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കാണ് സാർ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ, അതായത് അവരുടെ സാങ്ഷൻ വേണമായിരുന്നു സാർ. ഇത് പൊളിച്ചു മാറ്റിയിട്ട് ആ ഹൈറ്റ് അനുസരിച്ച് മാത്രമേ അത് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ സാധാരണ നിലയിലുള്ള ടെക്നിക്കൽ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സിന് പുറമെ എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കൂടി സാങ്ഷൻ എടുത്തുകൊണ്ട് അവർ നിശ്ചയിക്കുന്ന ഹൈറ്റിലാണ് ആ കെട്ടിടം പണിയേണ്ടത് എന്നുള്ളത് കൊണ്ട് പലതരത്തിൽ അവരുമായിട്ട് ആശയവിനിമയം നടത്തി സാർ. ആ കെട്ടിടത്തിന്റെ നിർമ്മാണ പ്രവർത്തനം അവിടെ ഇപ്പോൾ ഉടനെ തന്നെ അതിന്റെ ഗ്രൗണ്ട് ലെവൽ എല്ലാം നടത്തി കഴിഞ്ഞു. ഉടനെ തന്നെ അത് ആരംഭിക്കും സാർ. ശ്രീ വി ജോയ്. സാർ, കേരളത്തിലെ ആരോഗ്യരംഗം മോശമാണെന്നും മെഡിക്കൽ കോളേജുകൾ ആകെ കുഴപ്പമാണെന്നും വരുത്തി തീർക്കാൻ സ്വകാര്യ മേഖലയിലെ ചില ആശുപത്രികളുടെ അച്ചാരം വാങ്ങി ചില ആളുകൾ ഇറങ്ങി തിരിച്ചിട്ടുണ്ട് സാർ. എൻ്റെ ചോദ്യം നമ്മൾ ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറഞ്ഞപ്പോൾ പറഞ്ഞു 25 ലക്ഷത്തിലധികം ആളുകൾക്ക് സൗജന്യ ചികിത്സ നൽകിയ കാലഘട്ടമാണ് ഈ കാലഘട്ടം. സൗജന്യ മരുന്നുകൾക്കായിട്ട് എത്ര കോടി രൂപ കൂടി നൽകിയെന്ന് പറയാമോ? സർ, 25 ലക്ഷത്തിൽ 17,000 രോഗികൾക്കാണ് സൗജന്യ ചികിത്സ നൽകിയിട്ടുള്ളത്. അതുകൂടാതെ സാർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ ഈ 4 വർഷം മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ 7,708 കോടി രൂപ സൗജന്യ ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് നൽകിയിട്ടുണ്ട് സാർ. സാർ, ഒരു വർഷം സൗജന്യ മരുന്നിനു വേണ്ടി ഏതാണ്ട് 650 മുതൽ 700 കോടി രൂപ വരെ KMCL സാർ അത് വാങ്ങിക്കുന്നുണ്ട്. ഒരു ഉദാഹരണം പറയട്ടെ സാർ, എങ്ങനെയാണ് ഈ മാറ്റം വരുന്നത് എന്നുള്ളത്. ഇപ്പോൾ ഒരു ഡയാലിസിസിന് സർക്കാർ സംവിധാനത്തിന് പുറത്ത് ചെയ്യുകയാണെങ്കിൽ സാർ 1,500 മുതൽ 2,000 രൂപ വരെയാകും. 9 വർഷം മുൻപ് സാർ 12 ഡയാലിസിസ് സെന്റേഴ്സ് ജില്ലാ ആശുപത്രികളിൽ ഉണ്ടായിരുന്നുള്ളൂ സാർ. ഇന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ താലൂക്ക് ആശുപത്രി തലം മുതലാണ് ഡയാലിസിസുകൾ സ്ഥാപിച്ചു വരുന്നത്. 112 ആശുപത്രികളിൽ ഡയാലിസിസ് സംവിധാനം ഏർപ്പെടുത്തി കഴിഞ്ഞു. എങ്ങനെയാണ് ഇത് പ്രയോജനപ്പെടുക സാർ? പുറത്ത് 1,500 മുതൽ 2,000, 1,500 കണക്കാക്കിയാൽ 3 ഡയാലിസിസ് ഒരു മാസം ചെയ്താൽ സാർ 4,000, ഒരു ആഴ്ച ചെയ്താൽ 4,500 രൂപ.
അപ്പോൾ ഒരു മാസം എത്ര രൂപ ഒരു വ്യക്തിക്ക് ചെലവാകും സാർ? അവിടെയാണ് സൗജന്യമായി സർക്കാർ ആശുപത്രികളിലൂടെ ഡയാലിസിസ് ഒരുക്കുന്നത് എന്നുള്ളത് നമ്മൾ കാണേണ്ടതാണ്. ഇതാണ് കേരളത്തിൽ ആളുകൾക്ക്, രോഗികൾക്ക് അനുഭവവേദ്യമാകുന്ന ചികിത്സയിലുള്ള മാറ്റം. എം വിജിൻ. സർ, സംസ്ഥാനത്തെ ശിശുമരണ നിരക്ക് അമേരിക്കയേക്കാൾ കുറവിലാണ്. സർ, അഭിമാനകരമായൊരു നേട്ടമാണ് ആരോഗ്യരംഗത്ത് നമ്മുടെ സംസ്ഥാനം കൈവരിച്ചത്. ആരോഗ്യമേഖലയിൽ എന്തെല്ലാം നൂതനമായ ചികിത്സാ സംവിധാനങ്ങളാണ് നമ്മുടെ ആശുപത്രികളിൽ നമ്മുടെ ആരോഗ്യവകുപ്പ് ഒരുക്കിയതെന്നാണ് എൻ്റെ ചോദ്യം. മിനിസ്റ്റർ. സാർ, വളരെ വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണ് കേരളം കൈവരിച്ചിരിക്കുന്നത്. ശിശു മരണ നിരക്കിൽ അമേരിക്കൻ ഐക്യനാടുകളുടെ 5.6 ആണ്, നമ്മുടേത് 5 ആയിരിക്കുകയാണ് സാർ. ചരിത്രത്തിൽ വളരെ വലിയൊരു അഭിമാനകരമായിട്ടുള്ളൊരു നേട്ടമായിട്ട് കാണുന്നു. അതിലെല്ലാവരോടും പ്രത്യേകമായിട്ട് ഹൃദയപൂർവ്വമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. ശിശുമരണ നിരക്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഒട്ടേറെ ഇടപെടലുകൾ ഈ സർക്കാരും കഴിഞ്ഞ സർക്കാരിൻ്റെ കാലഘട്ടത്തിലും നമ്മൾ നടത്തി വരുന്നുണ്ട് സാർ. സാർ, കുഞ്ഞുങ്ങളെ ഇല്ലാതെയാക്കുകയല്ല സാർ, കുഞ്ഞുങ്ങളെ സംരക്ഷിക്കുകയാണ് സാർ ചെയ്യുന്നത്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യുന്നത് സാർ. ഗർഭസ്ഥാവസ്ഥയിലുള്ള ശിശു മുതൽ സാർ, ഒരമ്മയുടെ ഉദരത്തിൽ കുഞ്ഞ് ഉരുവാകുന്നത് മുതൽ സാർ, ആദ്യത്തെ 1000 ദിവസം പ്രത്യേക പരിപാടി സംസ്ഥാന സർക്കാരിനുണ്ട് സാർ. അമ്മയുടെ ഉദരത്തിലുള്ള കുഞ്ഞു മുതൽ കുഞ്ഞ് 2 വയസ്സാകുന്നത് വരെ സാർ. അതിനുശേഷം 3 വയസ്സ് മുതൽ കുഞ്ഞ് അങ്കണവാടിയിലേക്ക് എത്തപ്പെടുന്നുണ്ട് സാർ, പോഷകാഹാരം നൽകി സാർ. അതുകൊണ്ട് തന്നെ ശിശുക്കൾ ഇപ്പം ഹൃദ്യമാകട്ടെ, അത് ജനിതക ഹൃദയ വൈകല്യമാണ് സാർ. അതുപോലെ കെയർ സാർ, അപൂർവ രോഗങ്ങൾ. ഇപ്പോൾ ഈ അടുത്ത് സംഭവിച്ച ഒരു കാര്യം കൂടെ പറയട്ടെ സാർ. നമ്മൾ ഫീറ്റൽ മെഡിസിൻ ഡിപ്പാർട്ട്മെന്റ് ആരംഭിച്ചു, SIT-ലാണ് സാർ. എന്താണ് അതിൻ്റെ ഗുണം? അമ്മയുടെ ഗർഭസ്ഥാവസ്ഥയിലുള്ള കുഞ്ഞിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് അവിടെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുകയും കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുഞ്ഞിന് ആവശ്യമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കൊടുക്കുന്നതിന് സാധിക്കുകയും ചെയ്തു സാർ. അത് നമ്മൾ ആരംഭിച്ചു, കുഞ്ഞുങ്ങളിൽ ആരംഭിച്ചു എന്നുള്ള സന്തോഷം കൂടി ഈ നിയമസഭയെ അറിയിച്ചു കൊള്ളട്ടെ സാർ. സർ, വളരെ സുപ്രധാനമായ ഒരു ചോദ്യമാണ് ഈ സഭയുടെ മുമ്പാകെ വന്നിരിക്കുന്നത്. അതായത് മെഡിക്കൽ കോളേജ് അടക്കമുള്ള സർക്കാർ ആശുപത്രിയിൽ ചെല്ലുന്ന കാരുണ്യ പദ്ധതിയിൽ, ആരോഗ്യ സുരക്ഷാ പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് പോലും, അതായത് ഏറ്റവും പാവങ്ങളിൽ പാവങ്ങളായ ആളുകൾക്ക് പോലും സ്വന്തം ചെലവിൽ ചികിത്സാ ഉപകരണങ്ങൾ വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. സർ, അത് മെഡിക്കൽ കോളേജിലെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD-മാരുൾപ്പെടെ കേരളത്തിലെ വ്യാപകമായി മെഡിക്കൽ സർവീസിലെ ഡോക്ടർമാരുൾപ്പെടെ പരാതി പറഞ്ഞിരിക്കുന്ന ഗുരുതരമായൊരു വിഷയമാണ്. ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ സർജറിക്ക് പോയപ്പോൾ മേടിക്കേണ്ട പഞ്ഞി വരെ വാങ്ങിച്ചുകൊണ്ടാണ് സർജറിക്ക് പോകേണ്ട സ്ഥിതി ഉണ്ടായത്. സർ, ആ ചോദ്യത്തിന് ബഹുമാനപ്പെട്ട മന്ത്രി മറുപടി പറയുമ്പോൾ 10 കൊല്ലം മുമ്പ് UDF സർക്കാർ ഭരിച്ചിരുന്ന കാലത്തെ കണക്കാണ്, ഒരു 25 കൊല്ലോ അല്ലെങ്കിൽ EMS സർക്കാർ ഭരിച്ചിരുന്ന കാലത്ത് പറ, അന്ന് എക്സ്റേ യൂണിറ്റ് പോലും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെയാണോ താരതമ്യം ചെയ്യുന്നത്? 10 കൊല്ലം മുമ്പുള്ള കണക്കാണോ സാർ ഇവിടുത്തെ ചോദ്യം? ഇവിടുത്തെ ചോദ്യം എന്താ? ഇവിടുത്തെ ചോദ്യം ആശുപത്രിയിൽ ചെല്ലുന്ന ആളുകൾ സ്വന്തം ചെലവിൽ സാധനങ്ങൾ സ്വന്തം ചെലവിൽ നൂലും സൂചിയും സർജിക്കൽ എക്യുപ്മെന്റ്സും വാങ്ങിച്ചു കൊടുക്കേണ്ട ഗതികേടിനെ കുറിച്ചാണ് ചോദ്യം. സാർ, ഈ സ്ഥിതി സർക്കാർ ഓഫീസിലാക്കി. എന്താ മന്ത്രി പറഞ്ഞത്? എന്താ ജില്ലാ ആശുപത്രിയുടെ പേര് മാറ്റിവെച്ച മെഡിക്കൽ കോളേജ് ആവുക? ഒരു ആരോഗ്യമന്ത്രി ഇതുപോലെ പറയരുത്, അബദ്ധം പറയരുത് സാർ. മെഡിക്കൽ കൗൺസിലാണ് മെഡിക്കൽ കോളേജിന് അംഗീകാരം കൊടുക്കുന്നത് സാർ. ഒരു ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റി മെഡിക്കൽ കോളേജ് എന്ന് വെക്കാൻ ഇന്ത്യൻ മെഡിക്കൽ കൗൺസിൽ മെഡിക്കൽ കോളേജിന് അംഗീകാരം തരുമെന്ന് പറഞ്ഞ ആനമണ്ടത്തരമെന്ന് പറഞ്ഞു. മനസ്സിലായി സാർ? അതുകൊണ്ട് ചോദ്യങ്ങളിൽ നിന്ന് പോകരുത്. അങ്ങ് ഒരു കാര്യത്തിൽ അങ്ങയോട് ഞാൻ പരാതി പറയുന്നു. ഗുരുതരമായ ഒരു ആരോപണം ബഹുമാനപ്പെട്ട മെമ്പർ ശ്രീ ജോയ് ഉദ്ധരിച്ചു. അങ്ങ് ചോദ്യത്തിൽ ഇത്തരം ദുരുദ്ദേശപരമായ കാര്യങ്ങൾ പറയാൻ പാടില്ല എന്ന് റൂൾസിലുണ്ട്. അങ്ങ് ഇടപെട്ടില്ല സാർ. ഞാൻ പറയുന്നു, ഈ മെഡിക്കൽ കോളേജിനെയും സർക്കാർ സ്ഥാപനങ്ങളെയും ഇതുപോലെയാക്കി സ്വകാര്യ മേഖലയ്ക്ക് കേരളത്തിലെ രോഗികളെ ചൂഷണം ചെയ്യാനുള്ള സൗകര്യമാണോ ഈ സർക്കാർ ചെയ്തു കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട ഒരു മിനിറ്റ്. ബഹുമാനപ്പെട്ട ലീഡർ ഓഫ് ഒപ്പോസിഷൻ, അങ്ങ് ചോദ്യത്തിനെടുത്തിരിക്കുന്ന 2 മിനിറ്റും 22 സെക്കൻഡുമാണ്. പ്ലീസ് അത് ചെയറുമായി ഭാവിയിൽ സഹകരിക്കണം. പ്ലീസ് ചോദ്യത്തിന് സാധാരണ പ്ലീസ് അവിടെ ഇരിക്ക്. ചോദ്യങ്ങൾക്ക് ഒരു മിനിറ്റ് അവിടെ ഇരിക്ക്. ചോദ്യങ്ങൾക്ക് ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ലല്ലോ. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഉത്തരം ഒബ്ജക്റ്റീവ് ആയിരിക്കില്ല, സബ്ജക്റ്റീവ് ആയിരിക്കും. അത് അങ്ങ് അറിയാത്ത ആളൊന്നുമല്ലല്ലോ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ, ഒരു മിനിറ്റ് പ്ലീസ്
ഒരു മിനിറ്റ് അവിടെ ഇരിക്ക് ഞാൻ പറയാം. ലെറ്റ് മീ കംപ്ലീറ്റ് പ്ലീസ്. ചോദ്യങ്ങൾക്ക് ഒരിക്കലും ഇത് സബ്ജക്റ്റീവ് ആയിരിക്കുമല്ലോ ചിലപ്പോ, അത് സ്വാഭാവികല്ലേ. യെസ് അങ്ങേരിക്ക്. യെസ് ഒരു മിനിറ്റ് അങ്ങയുടെ ഒരു ചോദ്യത്തിനോട് ഉത്തരം പറയാം. അങ്ങയുടെ ഒരു ചോദ്യത്തിന് ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. അങ്ങയുടെ ഒരു ചോദ്യത്തിനും കൂടി ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. പ്ലീസ് അങ്ങയുടെ ഒരു ചോദ്യത്തിനൂടെ ഞാൻ ഉത്തരം പറയേണ്ടതുണ്ട്. യെസ് ഇത് ചോദ്യോത്തരം നമുക്ക് സുഖമായി നടത്തണമല്ലോ. അങ്ങ് ഒരു കാര്യം പറഞ്ഞു. ജോയ് ചോദിച്ച ചോദ്യം, ജോയ് ഒരു കോമൺ സ്റ്റേറ്റ്മെന്റ് നടത്തിയത്. ഇവിടെ ആരെങ്കിലും ഇത് അദ്ദേഹം പറഞ്ഞില്ല. പ്രതിപക്ഷം ഉന്നയിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെ പ്രവർത്തിക്കുന്ന ശീലമുണ്ട്, അതെങ്ങനെയാണ് അങ്ങനെ ആവുക, അപ്പൊ അതെങ്ങനെയാണ് പ്രതിപക്ഷത്തിനെതിരാവുക, അപ്പൊ അങ്ങ് സംസാരിക്കുക. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ. സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവേ, അങ്ങ് എന്തിനാണ് ഇത്ര പ്രൊവോക്ഡ് ആകുന്നത്? അങ്ങ് എന്തിനാണ് ഇത്ര പ്രകോപിതനാകുന്നത്? ഞാനിവിടെ കണക്കുകളാണ് പറഞ്ഞത്. ഞാൻ ആദ്യത്തെ എൻ്റെ ഉത്തരത്തിൽ ബഹുമാനപ്പെട്ട MLA മാർ ചോദിച്ചതിൽ കൃത്യമായ കാര്യങ്ങൾ പറഞ്ഞു, ചോദ്യത്തിനുള്ള ഉത്തരം പറഞ്ഞു. പിന്നീടുള്ള ഓരോ ചോദ്യത്തിനും ഐ ഹാവ് പ്ലേസ് ഡേറ്റ ബിഫോർ ദിസ് അസംബ്ലി സാർ. യു ക്യാൻ ചാലഞ്ച്, അത് ചലഞ്ച് ചെയ്യാം സാർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ ഞാൻ ക്ഷണിക്കുന്നു, ഇത് വെച്ച് അന്ന് ചർച്ച ഇടതുപക്ഷ സർക്കാരും അതുപോലെ അവരും ചെയ്ത കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം. എങ്ങനെയാണ് ഈ ഔട്ട് ഓഫ് പോക്കറ്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞത് എന്നുള്ളത് ചർച്ച ചെയ്യാം സാർ. ഞാൻ വളരെ വിനയപൂർവ്വം പറയുന്നു സാർ. ജില്ലാ ആശുപത്രിയുടെ ബോർഡ് മാറ്റിവെച്ച കാര്യം പറഞ്ഞതുകൊണ്ട് ഒരു കാര്യം പറയട്ടെ സാർ. ഞാൻ ഇതിനു മുൻപുള്ള ശ്രീ മൻസുഖ് മാണ്ഡവ്യ ആരോഗ്യമന്ത്രിയും ഇപ്പോഴത്തെ ആരോഗ്യമന്ത്രിയും ഞാൻ പലതവണ വയനാടും കാസർഗോഡും മെഡിക്കൽ കോളേജുകൾക്ക് വേണ്ടിയിട്ട് പോയി കണ്ടിട്ടുണ്ട് സാർ. തരണം എന്നുള്ളത് പറഞ്ഞു, കാരണം സ്പെഷ്യൽ പരിഗണന നൽകണം. ഞാൻ MP-യുടെ പേര് പറയുന്നില്ല സാർ. പക്ഷേ ആ ആരോഗ്യമന്ത്രി ശ്രീ മൻസുഖ് മാണ്ഡവ്യ എന്നോട് പറഞ്ഞു എന്തെന്നറിയോ, ബട്ട് യുവർ MP ഹാസ് നെവർ മെൻഷൻഡ് അബൌട്ട് ഇറ്റ്, then so let me see എന്നാണ് സാർ പറഞ്ഞത്. അപ്പോൾ ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജുകളാക്കുന്ന ഒരു പദ്ധതിയുണ്ട് സാർ. ജില്ലാ ആശുപത്രികൾ മെഡിക്കൽ കോളേജാക്കുന്ന പദ്ധതിയിൽ കേരളത്തെ ഉൾപ്പെടുത്തിയില്ല സാർ, കേന്ദ്രം ഉൾപ്പെടുത്തിയില്ല. നമ്മൾ സംസ്ഥാന സർക്കാർ കിഫ്ബിയിലൂടെയും അല്ലാതെയും സംസ്ഥാന സർക്കാരിന്റെ ഫണ്ടാണ് സാർ അവിടുത്തെ ഓരോ ഇഷ്ടികയിലും ഉള്ളത് സാർ. അല്ലാതെ ഒരു പണവും കൊണ്ടല്ല നമ്മൾ ഈ മെഡിക്കൽ കോളേജ് യാഥാർത്ഥ്യമാക്കിയിട്ടുള്ളത് എന്ന് പറയുന്നു. ഞാൻ വളരെ വിനയത്തോടെ പറയുന്നു സാർ, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റെസ്പോൺസിബിൾ ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് തെറ്റാണെങ്കിൽ വി ക്യാൻ ഡിബേറ്റ് സർ. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിനെ അതിൽ സംവാദത്തിനായിട്ട് ഞാൻ ക്ഷണിക്കുന്നു സാർ. ചോദ്യം നമ്പർ 2 ശ്രീ K. പ്രേംകുമാർ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ചോദ്യം നമ്പർ 2. Yes, please, Siddiq, please. Yes. Yes, please. സർ, എയും ബിയും K-ഫോൺ സേവനം ആരംഭിച്ച് കുറഞ്ഞ കാലയളവിൽ 1,00,000 കണക്ഷനും രാജ്യത്തെവിടെയും ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാനുള്ള ലൈസൻസും എന്ന അഭിമാന നേട്ടങ്ങൾ കൈവരിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഇൻ്റർനെറ്റ് സേവനം ഉറപ്പുവരുത്തുന്നതിനായി കൂടുതൽ കണക്ഷനുകൾ നൽകിക്കൊണ്ട് K-ഫോൺ പദ്ധതി മുന്നോട്ട് പോവുകയാണ്. അടുത്ത വർഷത്തോടെ 2,50,000 കണക്ഷൻ നൽകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. നഗരങ്ങളിലും ഗ്രാമങ്ങളിലും ഒരുപോലെ സേവനം നൽകാൻ K-ഫോണിന് കഴിയുന്നുണ്ട്. സമഗ്രമായ ഒരു ഇൻ്റർനെറ്റ് ശൃംഖല രൂപപ്പെടുന്നതിൽ പ്രധാന പങ്കുവഹിക്കാൻ K-ഫോണിന് സാധിച്ചിട്ടുണ്ട്. ഇൻ്റർനെറ്റ് കണക്ടിവിറ്റിയുടെ ഗുണഫലങ്ങൾ സംസ്ഥാനത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വ്യാപിപ്പിക്കുന്ന നടപടിയുടെ ഭാഗമായി സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി ഇൻ്റർനെറ്റ് കണക്ഷനുകൾ നൽകി വരുന്നുണ്ട്. നിലവിൽ 14,194 കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകിയിട്ടുണ്ട്. കമ്പനികളുടെ കോർപ്പറേറ്റ് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഫണ്ട് CSR ഫണ്ട് പ്രയോജനപ്പെടുത്തിക്കൊണ്ട് ആദിവാസി മേഖലയിലെ കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ നൽകി വരുന്നത്. തിരുവനന്തപുരം ജില്ലയിലെ കോട്ടൂരിൽ 103 കുടുംബങ്ങൾക്കും പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടിയിൽ 396 കുടുംബങ്ങൾക്കും ഇപ്രകാരം ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇതിനോടകം 23,355 സർക്കാർ ഓഫീസുകളിൽ
കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. വാണിജ്യാടിസ്ഥാനത്തിൽ ലഭ്യമാക്കുന്ന 79,123 ഫൈബർ ടു ദ ഹോം FTTH കണക്ഷനുകൾ നിലവിൽ നൽകിയിട്ടുണ്ട്. കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾക്കും സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസുകൾക്കുമായി 220 ഇൻ്റർനെറ്റ് ലീസ് ലൈൻ കണക്ഷനുകളും 265 ബ്രോഡ്ബാൻഡ് കണക്ഷനുകളും നൽകാൻ സാധിച്ചിട്ടുണ്ട്. ആകെ 1,19,910 കണക്ഷനുകളാണ് കെ ഫോൺ ഇതുവരെ നൽകിയിരിക്കുന്നത്. സർ സി KSEB ലിമിറ്റഡിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുമായി ബന്ധിപ്പിച്ച് ഓൾ ഡയലക്ട്രിക് സെൽഫ് സപ്പോർട്ടിംഗ് കേബിൾ ADSS, ഓപ്റ്റിക്കൽ ഗ്രൗണ്ട് വയർ OPGW കേബിളുകൾ വഴിയാണ് കെ ഫോൺ ശൃംഖല സ്ഥാപിച്ചിട്ടുള്ളത്. സംസ്ഥാന വ്യാപകമായി കോർ നെറ്റ്വർക്ക് ശൃംഖലയും ജില്ലാടിസ്ഥാനത്തിൽ എഗ്രിഗേഷൻ, പ്രീ എഗ്രിഗേഷൻ, സ്പർ എന്നീ ശൃംഖലകളാണ് ഉപയോഗിച്ചു വരുന്നത്. 30,272 കിലോമീറ്റർ ഫൈബർ ഓപ്റ്റിക് കേബിൾ നിലവിൽ പൂർത്തീകരിച്ചിട്ടുണ്ട്. കൊച്ചി ഇൻഫോ പാർക്കിൽ സജ്ജമാക്കിയ നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററാണ് കെ ഫോണിൻ്റെ പ്രധാന കേന്ദ്രം. ഇവിടെ നിന്നും 375 KSEB സബ്സ്റ്റേഷനുകളുള്ള പോയിൻ്റ് ഓഫ് പ്രസൻസ് കേന്ദ്രങ്ങൾ വഴിയാണ് കേരളത്തിലുടനീളം വിവിധ സ്ഥാപനങ്ങളിലും വീടുകളിലും ഇൻ്റർനെറ്റ് ലഭ്യമാക്കുന്നത്. നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻ്ററിൽ നിന്ന് 14 കോർ പോപ്പ് കേന്ദ്രങ്ങളിലേക്കും അവിടെ നിന്ന് 94 റിംഗ് അഗ്രിഗേഷൻ ശൃംഖല വഴി 186 പ്രീ അഗ്രിഗേഷൻ റിംഗ് ശൃംഖലയിലേക്കും അവിടെ നിന്ന് 81 സ്പർ കേബിൾ കണക്ഷൻ കേന്ദ്രങ്ങളിലേക്കും വിന്യസിച്ചിരിക്കുന്ന വിപുലമായ ശൃംഖല വഴിയാണ് ഇൻ്റർനെറ്റ് സേവനങ്ങൾ നൽകുന്നത്. സർ ഡി സെക്രട്ടേറിയറ്റ്, നിയമസഭാ മന്ദിരം, കലക്ട്രേറ്റുകൾ ഉൾപ്പെടെ സംസ്ഥാനത്തെ 23,355 സർക്കാർ സ്ഥാപനങ്ങളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. മറ്റ് പ്രധാന സർക്കാർ സ്ഥാപനങ്ങളുടെ വിവരം അനുബന്ധമായി ഉള്ളടക്കം ചെയ്യുന്നു. സർ ഇ കെ ഫോൺ കണക്ഷൻ ലഭ്യമായ സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങളിൽ തടസ്സമോ വേഗതക്കുറവോ നേരിടാത്ത പക്ഷം കെ ഫോൺ കണക്ഷൻ പ്രാഥമിക കണക്ഷനായി ഉപയോഗിക്കാനും മറ്റ് ഇൻ്റർനെറ്റ് കണക്ഷനുകൾ വിച്ഛേദിക്കാനും സർക്കാർ ഓഫീസുകൾ, സ്ഥാപനങ്ങൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരുടെ സേവനം കെ ഫോൺ ലിമിറ്റഡ് പ്രയോജനപ്പെടുത്തുന്നുണ്ട്. തിരഞ്ഞെടുത്ത ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാർ മുഖാന്തരമാണ് പൊതുജനങ്ങൾക്കുള്ള കണക്ഷൻ നൽകുന്നത്. കെ ഫോണിൻ്റെ ലാസ്റ്റ് മൈൽ കണക്ടിവിറ്റി നൽകുന്നതിനായി 3,800 ലാസ്റ്റ് മൈൽ നെറ്റ്വർക്ക് പ്രൊവൈഡർമാരെ LNP പദ്ധതിയുടെ ഭാഗമാക്കിയിട്ടുണ്ട്. സർ എഫ് പൊതുജനങ്ങൾക്ക് കെ ഫോൺ കണക്ഷൻ നൽകുന്നതിനുള്ള നടപടിയുടെ ഭാഗമായി എൻ്റെ കെ ഫോൺ മൊബൈൽ ആപ്ലിക്കേഷനും www.kphone.in വെബ്സൈറ്റും പ്രവർത്തന സജ്ജമാക്കിയിട്ടുണ്ട്. കണക്ഷൻ ലഭ്യമാക്കുന്നതിനായി പ്രസ്തുത ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷ നൽകാവുന്നതാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങൾക്ക് സൗജന്യമായി കണക്ഷൻ ലഭ്യമാക്കാനും ഓൺലൈനായി അപേക്ഷിക്കാനുമുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. മഞ്ഞ അല്ലെങ്കിൽ പിങ്ക് നിറത്തിലുള്ള റേഷൻ കാർഡുള്ളവർക്ക് സൗജന്യ കണക്ഷന് അപേക്ഷിക്കാവുന്നതാണ്. ശ്രീ കെ പ്രേംകുമാർ. സർ, ഇൻ്റർനെറ്റ് അവകാശമായി പ്രഖ്യാപിച്ച സംസ്ഥാനമാണല്ലോ സർ കേരളം. വൻകിട കോർപ്പറേറ്റുകൾക്ക് ഈ മേഖല കൊള്ളയടിക്കാൻ വിട്ടു നൽകില്ലെന്ന പ്രഖ്യാപനമായി കെ ഫോൺ പദ്ധതിയെ നമുക്ക് കാണാവുന്നതാണ്. കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയായിട്ടുള്ള കെ ഫോൺ വഴി ആദിവാസി ഊരുകളിലും ദ്വീപുകളിലും സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്കും കണക്ഷൻ നൽകിയിട്ടുണ്ടോ? പദ്ധതി വഴി സർക്കാർ ഓഫീസുകളിലല്ലാതെ പ്രൈവറ്റ് സ്ഥാപനങ്ങളിൽ കണക്ഷൻ നൽകിയിട്ടുണ്ടോ? നൽകിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എത്ര കണക്ഷനാണ് നൽകിയിട്ടുള്ളതെന്ന് പറയാം. ബഹുമാനപ്പെട്ട CM. സർ, അത് ഞാൻ പറഞ്ഞു. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന 14,194 കുടുംബങ്ങൾക്ക് സൗജന്യ നിരക്കിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്.
ഇതുകൂടാതെ ദ്വീപുകളിലെ 22 കുടുംബങ്ങൾക്ക്, ആദിവാസി ഊരുകളിലെ 499 വീടുകളിൽ കെ ഫോൺ കണക്ഷൻ നൽകിയിട്ടുണ്ട്. പ്രൈവറ്റ് സ്ഥാപനങ്ങളുടെ കാര്യം 199 പ്രൈവറ്റ് സ്ഥാപനങ്ങൾക്ക് കേരളമൊട്ടാകെ കണക്ഷൻ നൽകിയിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ. കെ ഫോൺ പദ്ധതി വഴി വീടുകളിലേക്ക് നൽകുന്ന കണക്ഷൻ എത്ര Mbps സ്പീഡ് മുതലാണ് തുടങ്ങുന്നത്? അതിന് എത്ര രൂപയാണ് പ്ലാൻ ചാർജ് ആകുന്നതെന്ന് പറയാമോ? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഇവിടെ 20 Mbps സ്പീഡിലാണ് തുടങ്ങുന്നത്. ഒരു മാസത്തേക്ക് 299 രൂപയും പ്ലസ് ടാക്സും ഉൾപ്പെടെയുള്ള നിരക്കിലാണ് നൽകുന്നത്. ശ്രീ TP രാമകൃഷ്ണൻ. സർ, ഈ കെ ഫോൺ പദ്ധതി വഴി OTT സേവനങ്ങൾ നൽകുന്നതിൻ്റെ സ്റ്റാർട്ടിംഗ് പ്ലാൻ എത്രയാണെന്ന് വ്യക്തമാക്കാമോ? ഈ കെ ഫോൺ കണക്ഷൻ നൽകുന്നതിന്, പൂർത്തീകരിക്കുന്നതിന് കാലപരിധി നിശ്ചയിക്കാൻ കഴിയുന്നതാണോ? CM. സർ, ഈ പദ്ധതി വഴി OTTയുടെ സ്റ്റാർട്ടിംഗ് പ്ലാനുകൾ ഒരു മാസത്തേക്ക് 444 രൂപ മുതലാണ് തുടങ്ങുന്നത്. 23 OTTയും 350-ൽ പരം TV ചാനലുകളും ലഭിക്കും. ഇതുകൂടാതെ 45 Mbps സ്പീഡുള്ള ഇൻ്റർനെറ്റും ലഭിക്കും. ശ്രീ IB സതീഷ്. സാർ, എല്ലാവർക്കും വൈദ്യുതിയും കുടിവെള്ളവും ലഭ്യമാകുന്നത് പോലെ ഇൻ്റർനെറ്റ് ലഭ്യമാകുന്ന കാലത്തേക്ക് കേരളം എത്തുകയാണ്. നവകേരളത്തിലേക്ക് കേരളം അങ്ങനെയാണ് വളരുന്നത്. എൻ്റെ ചോദ്യം, കെ ഫോൺ പദ്ധതിയിൽ കേബിളുകൾ അല്ലാതെ മറ്റെന്തൊക്കെ ഇൻഫ്രാസ്ട്രക്ചറുകളാണുള്ളത്? കെ ഫോണിൻ്റെ കേബിൾ ശൃംഖല വ്യാപിപ്പിക്കുന്നുണ്ട്? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൽ 375 പോയിൻ്റ് ഓഫ് പ്രസൻസ്, കൊച്ചിയിൽ ഒരു നെറ്റ്വർക്ക് ഓപ്പറേറ്റിംഗ് സെൻറ്റർ, തിരുവനന്തപുരത്ത് 24/7 കോൾ സെൻറ്റർ, ഇതുകൂടാതെ 30,000 കിലോമീറ്റർ മേൽ ഫൈബറും ലഭ്യമാണ്. അധികമായി 1000 കിലോമീറ്റർ OPGW കേബിൾ വ്യാപിപ്പിക്കുന്നത് സർക്കാർ പരിശോധിച്ചു വരികയുമാണ്. ശ്രീ MS അരുൺകുമാർ. സർ, സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ കണക്ഷൻ ഉപയോഗിച്ചതുകൊണ്ട് സർക്കാരിന് എന്തെല്ലാം നേട്ടമാണ് ഉണ്ടാകുന്നത്? കെ ഫോൺ മുഖേന വാണിജ്യ കണക്ഷൻ നൽകുന്നതിന് എത്ര ഓപ്പറേറ്റർമാരാണ് നിലവിൽ കെ ഫോണുമായി സഹകരിക്കുന്നത്? കൂടാതെ അവർ മുഖേന എത്ര കണക്ഷനുകളാണ് ഇതുവരെ കെ ഫോൺ നൽകിയിട്ടുള്ളതെന്ന് വ്യക്തമാക്കാം? യെസ്, ബഹുമാനപ്പെട്ട CM. സർ, ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണവശം മിതമായ നിരക്കിലാണ് കെ ഫോൺ കണക്ഷനുകൾ നൽകുന്നത് എന്നുള്ളതാണ്. മാത്രമല്ല, മെച്ചപ്പെട്ട സേവനവും നൽകുന്നുണ്ട്. 2327 ഓപ്പറേറ്റർമാരാണ് നിലവിൽ കണക്ഷനുകൾ നൽകി വരുന്നത്. ഈ ഓപ്പറേറ്റർമാർ മുഖേന 98,166 കണക്ഷനുകൾ ഇതുവരെ നൽകിയിട്ടുമുണ്ട്. ശ്രീ രമേശ് ചെന്നിത്തല. സർ, ഈ കെ ഫോൺ പദ്ധതിക്ക് ഇതുവരെ എത്ര കോടി രൂപ ചെലവാക്കിയിട്ടുണ്ട്? ആദ്യം ഗവൺമെൻറ് നിശ്ചയിച്ചതിനേക്കാൾ കൂടുതൽ തുക ചെലവാക്കിയിട്ടുണ്ടെന്നുള്ള വിവരം പൊതു സമൂഹത്തിൻ്റെ മുന്നിലുള്ളതാണ്. സർ, മിതമായ നിരക്കിൽ ഇൻ്റർനെറ്റ് സൗകര്യം ലഭ്യമാക്കാനാണ് ഈ പദ്ധതി ആരംഭിച്ചതെന്ന് പറഞ്ഞു. പക്ഷെ പലയിടത്തും ഇതിൻ്റെ കണക്ഷൻ കിട്ടുന്നില്ല എന്നുള്ള പരാതി ഉയർന്നു വരുന്നുണ്ട്. അതുപോലെ വാണിജ്യ കണക്ഷൻ നൽകുന്നതിനായി പ്രാദേശിക ഓപ്പറേറ്റർമാരെ തിരഞ്ഞെടുക്കുന്നതിൻ്റെ മാനദണ്ഡം എന്താണ് എന്ന് വ്യക്തമാക്കും? ബഹുമാനപ്പെട്ട CM. സർ, ഇതിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇത്തരമൊരു പദ്ധതി വന്നപ്പോൾ നല്ല രീതിയിൽ തന്നെ പൊതുവെ പ്രതികരണങ്ങൾ ഉയർന്നു വന്നിരിക്കുകയാണ്. ഈ മൊത്തം ചിലവായ സംഖ്യ എത്രയാണെന്നുള്ളത് എൻ്റെ കയ്യിൽ ഇപ്പോൾ കൃത്യമായ കണക്കില്ല. അത് പിന്നീട് ബഹുമാനപ്പെട്ട അംഗത്തെ അറിയിക്കാം എത്രയാണെന്നുള്ളത്. എന്നാൽ മിതമായ നിരക്കിൽ തന്നെ കാര്യങ്ങൾ നൽകാൻ കഴിയുന്നുണ്ട്. തുടക്കത്തിൽ സേവനവുമായി ബന്ധപ്പെട്ട് ഏത് കാര്യത്തിലും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ. അതൊക്കെ നല്ല വേഗതയിൽ തന്നെ പരിഹരിച്ചു പോവുകയാണ്. നല്ല കഴിവിലേക്ക് കെ ഫോൺ ഉയർന്നു വരികയുമാണ്. ശ്രീ N ഷംസുദ്ദീൻ. സർ, 18 മാസം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് അവകാശപ്പെട്ട്
1500 കോടി രൂപ മുടക്കി 2017 സർ ഈ കെ ഫോൺ സംവിധാനം വന്നത്. അന്ന് പറഞ്ഞത് 20 ലക്ഷം വീടുകളിൽ സൗജന്യ ഇൻ്റർനെറ്റ് കണക്ഷൻ നൽകുമെന്നാണ്. അതിൻ്റെ 10-1 പോലും കണക്ഷൻ ഇതുവരെ ഇത്രയും വർഷങ്ങളായിട്ട് നൽകാൻ സാധിച്ചിട്ടില്ല. സർ, 30,000 സർക്കാർ ഓഫീസുകളിൽ ഈ സംവിധാനം ഉണ്ടാവുന്ന പറഞ്ഞത്. സർ, സർക്കാർ ഓഫീസുകളിൽ കെ ഫോൺ ഇൻ്റർനെറ്റ് സേവനത്തിൽ ഉണ്ടാകുന്ന വേഗതക്കുറവും തടസ്സവും മൂലം മറ്റ് സേവനദാതാക്കളിലേക്ക് മാറാൻ വിവിധ വകുപ്പ് മേധാവികൾ സർക്കാരിൻ്റെ അനുമതി തേടിയിട്ടുണ്ട് എന്നൊരു വാർത്ത ഉണ്ടായിരുന്നു. അതിനെക്കുറിച്ച് എന്താണ് സർക്കാരിൻ്റെ വിശദീകരണം? ബഹുമാനപ്പെട്ട CM. സർ, ഇതുപോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾക്കെതിരെയുള്ള ചില പ്രചരണങ്ങൾ സ്വാഭാവികമായി ചില കേന്ദ്രങ്ങളിൽ നിന്ന് ഉയർന്നു വരും. നമ്മൾ അതിൻ്റെ വക്താക്കളായി മാറാൻ പാടില്ല. യഥാർത്ഥത്തിൽ നാടിന് വളരെ ഉപകാരപ്രദമായ ഒരു പദ്ധതിയാണിത്. ആ പദ്ധതി അതേ രീതിയിൽ തന്നെയാണ് നടപ്പാക്കപ്പെടുന്നത്. അവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ മേഖല അത് വലിയ തോതിൽ സ്വകാര്യ മേഖല ഇടപെടുന്നൊരു രംഗമാണ്. അവരുമായുള്ള ഒരു മത്സരം സാധാരണഗതിയിൽ ഒരുപാട് മറ്റു പ്രചരണങ്ങൾക്ക് വഴിവെക്കും. ഇവിടെ ബഹുമാനപ്പെട്ട അംഗം പറഞ്ഞതുപോലെ വേഗതക്കുറവോ സേവനക്കുറവോ കെ ഫോണിൻ്റെ ഭാഗത്തുണ്ടാകുന്നു എന്ന് പറയാൻ പറ്റില്ല. നല്ല രീതിയിൽ തന്നെ പ്രശ്നങ്ങൾ പരിഹരിച്ചു പോകുന്നുണ്ട്. ശ്രീ കെ വിജയൻ. സർ, കേരളത്തിൻ്റെ അഭിമാന പദ്ധതിയാണ് കെ ഫോൺ. ദേശീയ തലത്തിൽ ബ്രോഡ്ബാൻഡ് ഇൻ്റർനെറ്റ് നൽകുവാനുള്ള ISPA ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡർ കാറ്റഗറിയെ ലൈസൻസ് ലഭിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ അതിനുള്ള പദ്ധതി ആവിഷ്കരിച്ചിട്ടുണ്ടോ? സർ, അതുമായി ബന്ധപ്പെട്ട് ആവശ്യമായ നടപടികൾ സ്വീകരിച്ചു വരികയാണ്. ചോദ്യം നമ്പർ 3, ശ്രീ കുറുക്കോളി മൊയ്തീൻ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എ, മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കുന്നതിന് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നതിനായി സർക്കാർ എൽസ്റ്റോൺ എസ്റ്റേറ്റിൽ നിന്നും ഏറ്റെടുത്ത 64.4705 ഹെക്ടർ ഭൂമിയിൽ ടൗൺഷിപ്പ് നിർമ്മാണം ദ്രുതഗതിയിൽ പുരോഗമിച്ചു വരുന്നു. ടൗൺഷിപ്പ് നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നതിനായി ജില്ലാ കളക്ടർ ചെയർപേഴ്സണും ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ടൗൺഷിപ്പ് പ്രോജക്റ്റ് കൺവീനറുമായി ജില്ലാതല കോർഡിനേഷൻ കമ്മിറ്റി രൂപീകരിക്കുകയും നിശ്ചിത ഇടവേളകളിൽ വിവിധ വകുപ്പുകളുടെ ഏകോപനം ഉറപ്പാക്കുകയും ചെയ്തു വരുന്നുണ്ട്. പുനരധിവാസത്തിനായി ഫേസ് 1, ഫേസ് 2A, ഫേസ് 2B എന്നീ 3 ഘട്ടങ്ങളായി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി 402 ഗുണഭോക്താക്കളുടെ പുനരധിവാസ ലിസ്റ്റ് തയ്യാറാക്കി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെട്ട ഗുണഭോക്താക്കളിൽ നിന്നും ഓപ്ഷൻ 1 വീട്, ഓപ്ഷൻ 2 ധനസഹായം എന്നിങ്ങനെ സമ്മതപത്രം സ്വീകരിക്കുകയും ടൗൺഷിപ്പിന് പുറത്ത് താമസിക്കുന്നതിന് സർക്കാർ ധനസഹായം 15 ലക്ഷം രൂപ ലഭിക്കുന്നതിന് സമ്മതപത്രം സമർപ്പിച്ച 104 ഗുണഭോക്താക്കൾക്ക് 15 ലക്ഷം രൂപ വീതം വിതരണം ചെയ്തിട്ടുമുണ്ട്. 295 ഗുണഭോക്താക്കൾ വീടിന് സമ്മതപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അന്തിമ ലിസ്റ്റുകൾ പ്രസിദ്ധീകരിച്ചതിന് ശേഷം ലഭ്യമായിട്ടുള്ള അപ്പീൽ അപേക്ഷകൾ സർക്കാർ തലത്തിൽ പരിശോധിക്കുകയും 49 ഗുണഭോക്താക്കളെ പുനരധിവാസ ലിസ്റ്റിൽ ഉൾപ്പെടുത്തി ഉത്തരവാകുകയും ചെയ്തിട്ടുണ്ട്. സർ, ബി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. സർ, സി, കേന്ദ്ര സർക്കാർ അനുവദിച്ച വായ്പ ഉപയോഗിച്ച് നടത്തുന്ന പുനരധിവാസ പദ്ധതികളുടെ ലിസ്റ്റ് അനുബന്ധമായി ചേർക്കുന്നു. സർ, ഡി, 2026 ജനുവരി മാസത്തിനകം വീടുകൾ കൈമാറുന്നതിനാണ് ലക്ഷ്യമിടുന്നത്. ശ്രീ കുറുക്കോളി മൊയ്തീൻ. സർ, മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്തെ ദുരിതബാധിതർ സർവസ്വവും നഷ്ടപ്പെട്ടവരാണ്. വീട് മാത്രമല്ല, ഭൂമി, കൃഷി, വാഹനങ്ങൾ, വ്യാപാര സ്ഥാപനങ്ങൾ, അവിടെ സാംസ്കാരിക കേന്ദ്രങ്ങൾ, അവകളെല്ലാം നഷ്ടപ്പെട്ടു. ഇതിൻ്റെയൊക്കെ യഥാർത്ഥ നഷ്ടത്തിൻ്റെ കണക്ക് എടുത്തിട്ടുണ്ടോ?
ഉണ്ടെങ്കിൽ അത് എത്രയാണ്? ബഹുമാനപ്പെട്ട CM. സർ, ഇക്കാര്യത്തിൽ നമ്മളെല്ലാവരും ഒരേപോലെ തൽപരരായിക്കൊണ്ടുള്ള നടപടികളാണല്ലോ സ്വീകരിച്ചു വന്നത്. അതിൻ്റെ ഭാഗമായി തന്നെ ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും വ്യക്തമായ കണക്കുകൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ആ കണക്കുകൾ ആകെ എത്ര, ഓരോന്നും എത്ര എന്ന വിവരം ഇപ്പോൾ എൻ്റെ കയ്യിലില്ല. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ദുരിതബാധിതരിൽ കൃഷി നഷ്ടപ്പെട്ട ആളുകൾക്ക് വല്ല നഷ്ടപരിഹാരം നൽകിയിട്ടുണ്ടോ? ഇല്ല എങ്കിൽ അതിന് വല്ല പദ്ധതികളും തയ്യാറാക്കുന്നുണ്ടോ? മിനിസ്റ്റർ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, എല്ലാ നഷ്ടങ്ങൾക്കും പരിഹാരം കാണണമെന്നുള്ളത് തന്നെയാണ് സർക്കാരിൻ്റെ അഭിപ്രായം. നമ്മളെല്ലാവർക്കും ആ കാര്യത്തിൽ ഏകാഭിപ്രായമാണുള്ളത്. അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ കൂടി ഇനിയും ചെയ്യേണ്ടതായിട്ടുണ്ടാകും. ശ്രീ PK ബഷീർ. സർ, ഈ ചൂരന്മൈ മുണ്ടക്കൈ പ്രദേശത്ത് ഈ ദുരിതമുണ്ടായതിനു ശേഷം സംസ്ഥാന സർക്കാർ സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റിയിലേക്ക് MSME പുനരുദ്ധാരണത്തിന് വേണ്ടി 2018-19 ഉജ്ജീവന വായ്പ പദ്ധതി പോലെ ഒരു പദ്ധതി ചൂരന്മല മുണ്ടക്കൈ ദുരിതബാധിതർക്ക് വേണ്ടി SLBCയിൽ ചർച്ചയ്ക്ക് വെക്കുമെന്ന് പറഞ്ഞിരുന്നു. സർ, നാളിതുവരെ അതിനെപ്പറ്റി ഒരു തീരുമാനം കാണുന്നില്ല. അതിൽ സർക്കാർ എന്ത് നടപടി സ്വീകരിച്ചു? സർ, ഒരു കാര്യം കൂടി സർ, ഈ ബെയിലി പാലം അവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും ഒക്കെ അറിയാലോ സർ. ഈ ബെയിലി പാലത്തിൻ്റെ അപ്പുറത്തേക്ക് അവിടെ മുമ്പ് താമസിച്ച ആളുകളുടെ സ്ഥലങ്ങളുണ്ട്, അതുപോലെ തന്നെ സർ റിസോർട്ടുകളുണ്ട്, ഹട്ട്സുണ്ട്. സർ, അങ്ങോട്ട് പോകണമെങ്കിൽ അവിടെ താമസിച്ച ആളുകൾക്ക് ഇപ്പോൾ പാസ് എടുക്കണം ഓരോ ദിവസം. സർ, അതിനൊരു മാറ്റം വരുത്തി സ്ഥിരമായി സർ അവിടെ സ്ഥല സൗകര്യമുള്ള ആളുകൾക്ക് ഒരു പാസ് ആദ്യം കൊടുത്തൂടെ? ഓരോ ദിവസം അങ്ങോട്ട് പോകുന്നതിന് ദിവസം പാസ് എടുക്കുന്ന ഒരു അവസ്ഥ അവിടെയുണ്ട്. അത് അങ്ങോട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അതിനൊരു പരിഹാരം കണ്ടുപിടിക്കും. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, ബഹുമാനപ്പെട്ട അംഗം ചൂണ്ടിക്കാണിച്ച കാര്യം എന്താണെന്നുള്ളത് പരിശോധിക്കാം. ആ കാര്യത്തിൽ ജനങ്ങൾക്ക് സുരക്ഷ ഉറപ്പുവരുത്തുന്ന നടപടികൾ ഒരു ഘടകം ഉണ്ട്. ഈ സുരക്ഷയ്ക്ക് അപകടം വരുന്ന സ്ഥലത്തേക്ക് പോകുന്നൊരു പ്രശ്നം വരുമ്പോൾ അതിനകത്ത് ചില ഇടപെടലുകൾ അധികൃതരുടെ ഭാഗത്തു നിന്ന് സേഫ് സോണിലേക്ക് പോകാൻ അനുവാദം കൊടുക്കും. അപ്പോൾ കേട്ടു. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് പരിശോധിക്കാം എന്താണെന്നുള്ളത്. SLBC ശ്രീ UA ലത്തീഫ്. സർ, മുണ്ടക്കൈ ചൂരൽമല ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്കായി കേന്ദ്ര സർക്കാർ ധനസഹായം നൽകിയത് ഉപാധികളോടെയാണോ? എന്തൊക്കെയാണ് ഉപാധികൾ? എത്ര തുകയാണ് ലഭിച്ചത്? ഏത് രീതിയിലാണ് ഇത് വിനിയോഗിക്കുന്നത്? ഉപാധി രഹിതമായി വല്ല സംഖ്യയും ലഭിച്ചിട്ടുണ്ട്? ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. ഉപാധി 526 കോടിയാണെന്നാണ് ഓർമ്മ നൽകിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ട് നമുക്ക് സഹായമല്ല നൽകിയത്, നമ്മളെല്ലാവരും ആവശ്യപ്പെട്ട് സഹായമാണ്. ആ സഹായം ഇതേവരെ ഒന്നും ലഭ്യമായിട്ടില്ല. ഇത് വായ്പയായിട്ടാണ് നൽകിയിട്ടുള്ളത്. അതാണ് നാം കാണേണ്ടത്. ശ്രീ നജീബ് കാന്തപുരം. സർ, വയനാട് മഹാദുരന്തമുണ്ടായി 1 വർഷവും 1.5 മാസവും പിന്നിട്ടിരിക്കുകയാണ്. ഇപ്പോഴും ആ ദുരന്തത്തിനോടനുബന്ധമായിട്ടുള്ള സേഫ് സോണായി പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ഥലം അവിടെ ജനങ്ങൾ സ്ഥിരമായി താമസിക്കുകയാണ്. സ്വാഭാവികമായും ഈ ദുരന്തത്തിൽ തകർന്നു പോയ നാടിൻ്റെ ഭാഗമായിട്ട് അങ്ങോട്ട് സേഫ് സോണിലേക്ക് മേപ്പാടി പഞ്ചായത്തിലെ 10, 11, 12 വാർഡുകൾ ഉൾപ്പെടുന്ന സേഫ് സോണിലേക്ക് ഇപ്പോഴും കണക്ട് ചെയ്യുന്ന റോഡ് നിർമ്മിച്ചിട്ടില്ല. ഒരു വർഷവും 1.5 മാസവും കഴിഞ്ഞിട്ടും ഇതുവരെയും ആ സേഫ് സോണിൽ താമസിക്കുന്ന ആളുകൾക്കുള്ള വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചിട്ടില്ല. ഇത്ര നിരുത്തരവാദപരമായിട്ടാണ് ഈ കാര്യം പോകുന്നത്. ഇനി എത്രയും വേഗം അവർക്ക് വൈദ്യുതി ബന്ധവും റോഡും നിർമ്മിച്ചു കൊടുക്കാൻ സർക്കാരിന് പദ്ധതിയുണ്ടോ? ബഹുമാനപ്പെട്ട CM. സർ, ഇത്രയെല്ലാം വിവരങ്ങൾ മനസ്സിലാക്കിയ ബഹുമാനപ്പെട്ട അംഗം അവിടെ റോഡ് പണിയുടെ പ്രവർത്തനം ആരംഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കിയിട്ടുണ്ടാവും. പക്ഷെ അതെന്തോ പറയാതിരുന്നാണെന്നാണ് തോന്നുന്നത്. ഏതായാലും അതുമായി ബന്ധപ്പെട്ട നടപടികൾ PWD ആരംഭിച്ചിട്ടുണ്ട്. ശ്രീ അഹമ്മദ് ദേവർകോവിൽ. സർ, വയനാട് ചൂരൽമല മുണ്ടക്കൈ ദുരന്തബാധിതരെ സഹായിക്കുന്നതിനും പുനരധിവസിപ്പിക്കുന്നതിനും സംഘടനകളും വ്യക്തികളും എന്തെല്ലാം വാഗ്ദാനങ്ങൾ നൽകിയെന്നും അവയിൽ ഏതെല്ലാം നടപ്പിലാക്കിയെന്നും വിശദമാക്കാമോ? ബഹുമാനപ്പെട്ട CM. സർ, എല്ലാ ഭാഗത്തു നിന്നും ഒരുപാട് സഹായങ്ങൾ, വാഗ്ദാനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. വളരെ നല്ല പ്രതികരണമായിരുന്നു ആ ഘട്ടത്തിലുണ്ടായത്. അതാണ് നമ്മുടെ സംസ്ഥാനത്തിന് ഇതുമായി ബന്ധപ്പെട്ട്
കേന്ദ്ര സഹായം ലഭിക്കാതിരുന്ന ഘട്ടത്തിലും നൽകിയ ഊർജം യഥാർത്ഥത്തിൽ എല്ലാ മേഖലയിൽ നിന്നും വലിയ പിന്തുണയും സഹായവും ലഭിച്ചിരുന്നു. അവരാകെയുള്ള ലീസ്റ്റ് ഇപ്പം എൻ്റെ കയ്യിലില്ല, എത്ര കണ്ട് അത് നടപ്പായി എന്നുള്ളതും ഇപ്പോൾ പറയാൻ ആ ലീസ്റ്റ് എൻ്റെ കയ്യിലില്ല, അത് പിന്നീട് പറയാം. ശ്രീ ടി സിദ്ദിഖ്. സർ, നേരത്തെ ആരോഗ്യമന്ത്രി പറഞ്ഞൊരു കാര്യം ഇപ്പം പറയാമോ? അത് പറ്റില്ല, അത് പറ്റില്ല. നോ 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 നോ. ഓഗസ്റ്റ് 21 പ്രിയങ്ക ഗാന്ധി JP നഡ്ഡയെ കണ്ട. നോ നോ പ്ലീസ് പ്ലീസ് യെസ് പ്ലീസ് 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 പ്ലീസ്. ആയിക്കോട്ടെ സർ. സർ, എൻ്റെ ചോദ്യം ചോദിക്കാം സർ. സർ, മുഖ്യമന്ത്രിയുടെ CMDRF ഫണ്ടിൽ 780 കോടി, കോടതി റിലീസ് ചെയ്ത് തന്ന 120 കോടി, സാസ്കി പദ്ധതിയിൽ 529 കോടി രൂപ, സർ PDNAയുടെ ഭാഗമായി 260 കോടി രൂപ ഇപ്പോൾ അംഗീകരിക്കപ്പെട്ട് വരികയാണ് സർ. സർ, ഈ തുകയുടെ പകുതിയോളം രൂപ നമുക്കിതുവരെ ഭരണാനുമതിയും അതിൻ്റെ ക്രമീകരണത്തിലേക്ക് വന്നിട്ടില്ല. സർ, കോടതി അനുവദിച്ച 120 കോടി രൂപ റിലീസ് ചെയ്ത് തന്നതിൽ ചൂരൽമല മുണ്ടകയുമായി ബന്ധപ്പെട്ട് 50 കോടി രൂപയുടെ ഭരണാനുമതി മാത്രമാണ് ഇതുവരെ ലഭ്യമാക്കിയിട്ടുള്ളത്. സർ, ചോദ്യത്തില് സർ, സാസ്കി പദ്ധതിയിൽ മാത്രം ഡിസംബർ 31 തീയതി ഇതിന്റെ കാലാവധി കഴിയാണ് സർ. അപ്രൂവ് ചെയ്തതായിരിക്കുന്ന പദ്ധതികൾ 300 കോടിയുടേത് മാത്രമേ ഉള്ളൂ. സർ, അടിയന്തരമായി ഇതിന്റെ ഒരു ഏകോപനം കാര്യക്ഷമമാക്കാൻ അങ്ങ് തന്നെ നേരിട്ട് ഇടപെട്ടിട്ടുള്ള ഒരു ക്രമീകരണം ഉണ്ടാവണം, ഈ പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ എന്നുള്ളതാണ് അഭ്യർത്ഥന. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി. സർ, പദ്ധതി സമയബന്ധിതമായി പൂർത്തീകരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയിട്ടുണ്ട്. അതിൽ മുഖ്യമന്ത്രി ചെയർമാനായിട്ടുള്ളൊരു കൗൺസിൽ അടക്കം പ്രവർത്തിക്കുന്നുണ്ട്. അതേസമയം മറ്റു തരത്തിലുള്ള ഒരുപാട് സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുമുണ്ട്. ഒരു ആശങ്കയും വേണ്ടതില്ല. നമ്മൾ ഏതാണോ തീയതി പറഞ്ഞിട്ടുള്ളത് ആ കൃത്യസമയത്തിനുള്ളിൽ ഇതിൻ്റെ എല്ലാ ഭാഗങ്ങളും പൂർത്തീകരിക്കാനുള്ള ശ്രമം തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ചോദ്യം നമ്പർ 4 ശ്രീ M നൌഷാദ്, ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് മന്ത്രി. സർ, അരിയും വെളിച്ചെണ്ണയും മുളകും ഉൾപ്പെടെയുള്ള അവശ്യ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പുവരുത്താനും വിലക്കയറ്റം നിയന്ത്രിക്കാനും നിശ്ചയദാർഢ്യത്തോടെ സർക്കാർ നടത്തിയ ഇടപെടലുകൾ കാര്യക്ഷമവും ഫലപ്രദവുമായി. സർ, ഈ ഓണക്കാലത്ത് സംസ്ഥാനത്ത് 56.73 ലക്ഷം കാർഡുടമകൾ സപ്ലൈകോ വിൽപ്പനശാലകളിൽ നിന്നും നിത്യോപയോഗ സാധനങ്ങൾ കൈപ്പറ്റിയിട്ടുണ്ട്. സർ, ഞാനതിൻ്റെ വിശദമായിട്ടുള്ള മറുപടി ടേബിൾ ചെയ്യാം. ശ്രീ M നൌഷാദ്. കഴിഞ്ഞ ഓണം സന്തോഷകരവും ആനന്ദകരവും ആഹ്ലാദകരവുമായി ആഘോഷിക്കുന്നതിന് കേരളീയരെ സജ്ജരാക്കിയതിന് വേണ്ടിയിട്ടുള്ള മുന്നൊരുക്ക പ്രവർത്തനങ്ങൾ നടത്തിയ ഭക്ഷ്യവകുപ്പിനെയും സപ്ലൈകോയെയും ഗവൺമെന്റിനെയും അതിന് നേതൃത്വം കൊടുത്ത മന്ത്രിയെയും ഹൃദയപൂർവ്വം അഭിനന്ദിക്കുന്നു. എൻ്റെ ചോദ്യം, കഴിഞ്ഞ ഈ ഓണക്കാലത്ത് സപ്ലൈകോ വഴി എത്ര രൂപയുടെ വിറ്റുവരവാണ് ഉണ്ടായത്? അതിൽ സബ്സിഡി ഇനത്തിൽ എത്രയാണ്, നോൺ സബ്സിഡി ഇനത്തിൽ എത്ര എന്ന കണക്ക് വ്യക്തമായി പറയാൻ കഴിയുമോ? സർ, 386 കോടിയിൽ പരം രൂപയുടെ വിൽപ്പന കഴിഞ്ഞ ഓണക്കാലത്ത് സപ്ലൈകോ നടത്താൻ കഴിയും. സബ്സിഡി ഇനത്തിൽ 180 കോടി രൂപയുടെ വിൽപ്പന നടന്നു. നോൺ സബ്സിഡി ഇനത്തിൽ 206 കോടി രൂപയുടെ വിൽപ്പന നടന്നു. സർ, അത് അനുസൃതമായിട്ടുള്ള എല്ലാ ഗ്രാമങ്ങളിലും പോകാൻ കഴിയുന്ന സഞ്ചരിക്കുന്ന ഓണച്ചന്തകളടക്കം ഇത്തവണ ഓണത്തിന് യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചു. സെക്കൻഡ് ക്വസ്റ്റ്യൻ. സർ, ഈ ഓണക്കാലത്ത് എല്ലാ കാർഡ് ഉടമകൾക്കും 25 രൂപ നിരക്കിൽ 20 കിലോ അരി വീതം നൽകുകയുണ്ടായി. അരിയുടെ വിലക്കയറ്റം പിടിച്ചു നിർത്തുന്നതിന് ഈ പദ്ധതി തുടരാൻ കഴിയുമോ? സർ, ഈ പദ്ധതി തുടരുക എന്നത് തന്നെയാണ് ഗവൺമെന്റ് കാണുന്നത്. അത് തുടരുക തന്നെ ചെയ്യും. സർ, കെ റൈസ് 8 കിലോ 33 രൂപ നിരക്കിലും സ്പെഷ്യൽ അരിയായിട്ടുള്ള ഇവിടെ സൂചിപ്പിച്ച 20 കിലോ 25 രൂപ നിരക്കിലും തുടരുക തന്നെ ചെയ്യും. ശ്രീ A പ്രഭാകരൻ. സർ, ഇക്കഴിഞ്ഞ ഓണം ഗംഭീരമായി നടത്തുന്നതിന് സപ്ലൈകോയും സിവിൽ സപ്ലൈസും എടുത്ത നടപടികളെ ഞാൻ പ്രശംസിക്കുന്നു. സർ, പ്രധാനപ്പെട്ട ഭക്ഷ്യധാന്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് എൻ്റെ ചോദ്യം. ഈ സംഭരണ വർഷത്തിൽ നമ്മുടെ സംസ്ഥാനത്തെ കർഷകരിൽ നിന്നും എത്ര മെട്രിക് ടൺ നെല്ല് ശേഖരിച്ചു? അതിൻ്റെ വിലയായി കർഷകർക്ക് നൽകാനുള്ള തുക എത്ര? നൽകിക്കഴിഞ്ഞ തുക എത്ര? അതുപോലെ തന്നെ കേന്ദ്രം ഈ തുക ഇതിൽ എത്ര തുക കേന്ദ്രം തന്നു? ഇനി തരാൻ മൊത്തത്തിൽ എത്രയാണ് ബാക്കി? ഒറ്റ കാര്യം കൂടി ഇതിലൊരു ചോദ്യം ആഡ് ചെയ്യുന്നത്, PRS ഹാജരാക്കുന്ന മുറയ്ക്ക് പണം നൽകാൻ നടപടി എന്തൊക്കെ സ്വീകരിച്ചു? ഈ പ്രശ്നം പരിഹരിക്കാൻ എന്തെങ്കിലും സർക്കാരിൻ്റെ കയ്യിൽ പരിപാടി ഉണ്ടോ എന്നാണ് മിനിസ്റ്റർ. സർ, ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യത്തിൽ 2024-25 സംഭരണ വർഷം 5.8 ലക്ഷം മെട്രിക് ടൺ നെല്ല് സംഭരിച്ചു. സാർ,
2,07,144 കർഷകരിൽ നിന്നായിട്ടാണ് സംഭരിച്ചത്. 1,645 കോടി രൂപ ഇതിന് വില വരുന്നു. സർ, ഇതിൽ 1,403 കോടി രൂപ കർഷകർക്ക് നൽകിക്കഴിഞ്ഞതാണ്. 242 കോടി രൂപ കർഷകർക്ക് നൽകുന്നതിന് സപ്ലൈകോ ബാങ്കുകളെ ഏൽപ്പിച്ചും കഴിഞ്ഞു. ഈ ആഴ്ച തന്നെ പൂർണ്ണമായും കർഷകർക്ക് അത് കൊടുത്തു തീർക്കാൻ കഴിയുന്ന തരത്തിലുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. സർ, ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൽ നിന്ന് 2024-25 വർഷത്തെ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ട് 1,645 കോടി രൂപയിൽ ഒരു പൈസയും ലഭിച്ചിട്ടില്ല. സർ, പഴയ കുടിശ്ശിക 2017-18 മുതൽ ഉള്ള കുടിശ്ശിക 1,206 കോടി രൂപയും ലഭിക്കാറുണ്ട്. രണ്ടും കൂടെ കൂട്ടിയാൽ 2,851 കോടി രൂപ. ശ്രീമതി ശാന്തകുമാരി ചുമതലപ്പെടുത്തിയ പ്രകാരം സി എച്ച് കുഞ്ഞമ്പു. സർ, സംസ്ഥാനത്തെ വിവിധ ഉന്നതികളിൽ റേഷൻ സാധനങ്ങൾ എത്തിക്കുന്നതിന് സഞ്ചരിക്കുന്ന മാവേലി സ്റ്റോറുകൾ അത് മറ്റുൽപ്പന്നങ്ങളും സേവനങ്ങളും കൂടി ലഭ്യമാക്കുന്ന കെ സ്റ്റോറുകളാക്കി ഉയർത്തുവാൻ ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നുണ്ടോ? അതിനെന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ? സർ, അത് സംസ്ഥാനത്ത് ഇപ്പോൾ 2,135 കെ സ്റ്റോറുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സാർ, ഈ ഓണക്കാലത്ത് ഉൾപ്പെടെ ഈ കെ സ്റ്റോറുകളിൽ 32.17 കോടി രൂപയുടെ വിൽപ്പന കൺസ്യൂമർ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ളതിന് നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊരു വലിയ പുതിയ ഒരു കാൽവയ്പ്പാണ്, നല്ല അനുകൂല നിലപാട് തന്നെയാണ്. സർ, ഈ സഞ്ചരിക്കുന്ന റേഷൻ കട പോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കെ സ്റ്റോറുകൾ സഞ്ചരിക്കുന്ന കെ സ്റ്റോറുകളായി ഉന്നതികളിൽ എത്തിയാൽ അത് ആ മേഖലയിലെ ജനങ്ങൾക്ക് വളരെ പ്രയോജനകരമാകുമെന്നുള്ള അഭിപ്രായം ബഹുമാനപ്പെട്ട അങ്ങയുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നത് പൂർണ്ണമായും പരിഗണിക്കുമെന്നുള്ള കാര്യം ഞാൻ അറിയിക്കുകയാണ്. ശ്രീ ജി സ്റ്റീഫൻ. സർ, ഇപ്രാവശ്യത്തെ ഓണക്കാലയളവ് സാധാരണക്കാരൻ്റെ കീശ ചോരാതെ ഓണം സമൃദ്ധമായി ആഘോഷിക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയിട്ടുള്ളത്. എൻ്റെ ചോദ്യം, ഈ ഓണക്കാലത്ത് റേഷൻ കടകൾ വഴി എത്ര മെട്രിക് ടൺ അരി വിതരണം ചെയ്തു എന്നും ഏതെല്ലാം വിഭാഗക്കാർക്ക് എത്ര വീതമാണെന്നും വ്യക്തമാക്കാം. യെസ് മിനിസ്റ്റർ. സർ, ഈ ഓണക്കാലത്ത് നമ്മൾ റേഷൻ കടകളിൽ സാധാരണ നൽകുന്ന അരിക്ക് പുറമെ, വിഹിതത്തിന് പുറമെ, പിങ്ക് കാർഡുകാർക്ക് 5 കിലോയും നീല കാർഡുകാർക്ക് 10 കിലോയും വെള്ള കാർഡുകാർക്ക് 15 കിലോയും 10 രൂപ 90 പൈസയ്ക്ക് നൽകുകയുണ്ടായി. സാർ, മഞ്ഞ കാർഡിന് 35 കിലോ ധാന്യം ലഭിക്കുന്നതിന് പുറമെ 1 കിലോ പഞ്ചസാരയും നൽകി. സാർ, ഇത്തവണ ഓണം പ്രമാണിച്ച് 1,49,000 മെട്രിക് ടൺ അരി നമുക്ക് വിതരണം ചെയ്യാൻ കഴിയും. ഇതിൻ്റെ ഒരു കോസ്റ്റ് കണക്ക് കൂട്ടിയാൽ, ഒരു 40 രൂപ വെച്ച് കണക്ക് കൂട്ടിയാൽ 598 കോടി രൂപയുടെ അരി നമ്മുടെ മാർക്കറ്റിലേക്ക് പോകേണ്ട ആളുകളിൽ പോകാതെ നമുക്ക് റേഷൻ കടയിലൂടെ ന്യായവിലയ്ക്ക് കൊടുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. ശ്രീ പി എസ് സുപാൽ. സർ, ഈ ഓണക്കാലത്ത് വില നിലവാരം പിടിച്ചു നിർത്താൻ ഫലപ്രദമായിട്ടുള്ള നടപടികളാണ് സാർ ഗവൺമെൻറ് സ്വീകരിച്ചത്. അതിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ്. സാർ, ജനങ്ങൾക്കിത് വലിയ ആശ്വാസമായിരുന്നു. സാർ, അത് തുടരുന്നതിന് വേണ്ടി വെളിച്ചെണ്ണ ഉൾപ്പെടെയുള്ള സപ്ലൈകോ വഴി നൽകുന്ന സബ്സിഡി സാധനങ്ങളുടെ വില കുറയ്ക്കുവാൻ സർക്കാർ ഇനിയും ആ വില കുറയ്ക്കുവാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കും. സർ, ഇവിടെ ബഹുമാനപ്പെട്ട അംഗം ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. സാർ, ഈ കഴിഞ്ഞ നാളിൽ വളരെ വലിയ വിലവർധനവാണ് വെളിച്ചെണ്ണയിൽ ഉണ്ടായത്. ആ വെളിച്ചെണ്ണയുടെ വിലവർധനവ് കണ്ടുകൊണ്ട് തന്നെ കൃഷിമന്ത്രിയെയും വ്യവസായ മന്ത്രിയെയും പങ്കെടുപ്പിച്ച് പ്രത്യേക യോഗം കൂടുകയും അവരുമായി ആലോചിച്ചതനുസരിച്ച് വിവിധ വിൽപ്പനക്കാരെ, മൊത്ത കച്ചവടക്കാരുടെ യോഗം ചേർന്ന് വലിയ ഇടപെടലാണ് നടത്തിയത്. അതിൻ്റെ ഫലമായി നമുക്ക് കുറച്ച് വില കുറയ്ക്കാൻ, ആശ്വാസം പകരാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായി. സാർ, നമുക്ക് അത് എന്ന് മാത്രമല്ല, സർക്കാരിൻ്റെ സപ്ലൈകോയിലൂടെ ശബരി വെളിച്ചെണ്ണ വളരെ വില കുറച്ച് കൊടുക്കാൻ തീരുമാനിച്ചതോടുകൂടി പൊതുവിൽ മാർക്കറ്റിൽ വില കുറയുന്നൊരു സാഹചര്യം ഉണ്ടായി. സാർ, അങ്ങനെ 339 രൂപയ്ക്ക് 1 ലിറ്റർ വെളിച്ചെണ്ണ, ശബരി വെളിച്ചെണ്ണ സപ്ലൈകോയിലൂടെ കൊടുക്കുകയാണ്. സാർ, അതിൻ്റെ വില 20-ാം തീയതി മുതൽ, ഈ വരുന്ന 20-ാം തീയതി കഴിഞ്ഞ് 22-ാം തീയതി തിങ്കളാഴ്ച മുതൽ 319 രൂപയ്ക്ക് നൽകാനുള്ള നിർദ്ദേശം കൊടുക്കും. അതുപോലെ നോൺ സബ്സിഡിയായി കൊടുക്കുന്ന ശബരി വെളിച്ചെണ്ണ 389 രൂപയ്ക്കാണ്, അത് 359 രൂപയ്ക്ക് കൊടുക്കാനുള്ള നടപടി സ്വീകരിക്കും. സാർ, അതുപോലെ കേരഫെഡിൻ്റെ വെളിച്ചെണ്ണ 429 രൂപയ്ക്കാണ് നമുക്ക് ലഭിക്കുന്ന ഹോൾസെയിലായിട്ട്. അത് 419 രൂപ അവരുമായി സംസാരിച്ചുണ്ടാക്കിയ ധാരണ അനുസരിച്ച് 419 രൂപയ്ക്ക് ഹോൾസെയിൽ വില റീറ്റെയിലായിട്ട് തന്നെ കൊടുക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. തൂരപ്പരിപ്പിൻ്റെ വില 93 എന്നുള്ളത് 88 രൂപയ്ക്ക് കൊടുക്കാനും, ചെറുപയർ 90 രൂപ എന്നുള്ളത് 85 രൂപയ്ക്ക് കൊടുക്കാനും, ഇങ്ങനെ ഇത്തരം ഉൽപ്പന്നങ്ങളുടെ വില കുറച്ച് കൊടുക്കും. 22-ാം തീയതി മുതൽ അടുത്ത മാസം വീണ്ടും വില കുറയ്ക്കുന്നതിനെക്കുറിച്ച്
അവരുമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുന്ന കാര്യമാണ്. ചോദ്യം നമ്പർ 5 ശ്രീമതി ഉമാ തോമസ് ചുമതലപ്പെടുത്തിയ പ്രകാരം ടി സിദ്ദിഖ് ബഹുമാനപ്പെട്ട ആരോഗ്യം വനിതാ ശിശു വികസന മന്ത്രി. സമയമാവുന്നുണ്ട്, പെട്ടെന്ന്. ഉണ്ട്. സർ, ബി പ്രസ്തുത സംഭവത്തിൽ അന്വേഷണം നടത്തിയിട്ടുണ്ട്. ആയതിൻ്റെ വിശദാംശങ്ങൾ ചുവടെ ചേർക്കുന്നു. ശ്രീമതി സുമയ്യ ഗോയിറ്റർ രോഗം കണ്ടെത്തിയതിനെ തുടർന്ന് 20/3/2023 തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ തൈറോയ്ഡക്ടമി എന്ന ശസ്ത്രക്രിയയ്ക്ക് വിധേയയായിരുന്നു. യുവതിക്ക് ആവശ്യമായിട്ടുള്ള തുടർ ചികിത്സയും പരിചരണവും നൽകി 30/3/2023 ഡിസ്ചാർജ് ചെയ്തിരുന്നു. ശസ്ത്രക്രിയയിലൂടെ നീക്കം ചെയ്ത ഭാഗം ജനറൽ ആശുപത്രിയിൽ നിന്നും തിരുവനന്തപുരം പബ്ലിക് ഹെൽത്ത് ലാബിൽ അയച്ച് പരിശോധന നടത്തിയപ്പോൾ തൈറോയിഡ് ക്യാൻസർ സ്ഥിരീകരിച്ചു. തുടർന്ന് യുവതി തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ ചികിത്സ തേടി. കഴിഞ്ഞ 2 വർഷമായി സമയമായി ടേബിൾ ചെയ്തോ? ഓർഡർ ചോദ്യോത്തരങ്ങൾ അവസാനിച്ചിരിക്കുന്നു.